അപ്പൊ എല്ലാവർക്കും നമസ്കാരം. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്തിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ വീട്ടില്. അപ്പോ എല്ലാവർക്കും വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് കൃത്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കുറെ ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പേടിയാകുന്നു എന്ന് പറഞ്ഞു അല്ലെ. എന്തിനാ പേടിക്കുന്ന? ശരിക്കും പറഞ്ഞാല് നമ്മളെ ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാലം കഴിച്ച മരുന്നിനെക്കാളും ഒരു തരത്തിലുള്ള പാർശ്വഫലം അല്ലെങ്കിൽ വലിയ എന്താ പറയുക സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള നോളജ്, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതാണ് ആദ്യം വേണ്ടത്. കഴിഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങോട് കൂടി കുറെ ആൾക്കാർ പറഞ്ഞു, മാഡം പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുത്ത സമയത്ത് കുറെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിക്കണം, സെൽഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രാധാന്യത്തെ പറ്റി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അല്ലെ, വെൽനസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ വെൽനസ് പ്രൊഡക്റ്റുകളിൽ നമ്മൾ വെൽനസിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ വെൽനസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഡീടോക്സിഫിക്കേഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രിവെൻഷനും ഇമ്മ്യൂണിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് BP കെയറിനെ പറ്റിയായിരുന്നു. BP കെയർ. അപ്പൊ BP കെയർ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും കൊടുത്തോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട്? അതൊക്കെ നിങ്ങൾ ഈ മീറ്റിംഗിൽ താഴെ ആ ഒരു ചാറ്റിലൂടെ പറയാം. ഓക്കെ, അപ്പോ നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആസ്റ്റോർ ലൈഫ് ഗാർഡ് അല്ലെ. എന്താ പേര്? ആസ്റ്റോർ ലൈഫ് ഗാർഡ്. നമ്മളെ പ്രൊഡക്റ്റിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. വലിയ പേരൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ പേരൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഇതിന്റെ സ്പെല്ലിംഗ് ഒന്നും മാറിപ്പോകരുത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആസ്റ്റോർ ലൈഫ് ഗാർഡ് ക്യാപ്സ്യൂൾ. എന്താണ് ആസ്റ്റോർ ലൈഫ് ഗാർഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഗാർഡ് അല്ലെ, ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു ആ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഗാർഡിയനെ പോലെ ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്? പ്രധാനമായും ഈ ആസ്റ്റോർ ലൈഫ് ഗാർഡ് എന്ന് പറയുന്ന സമയത്ത് ലെങ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. അതിൽ ആ ഫോട്ടോ കാണുന്നില്ല ആ പിക്ചറിൽ. ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റിലും 60 ക്യാപ്സ്യൂൾസ് ആണ് വരുന്നത്, 60 ക്യാപ്സ്യൂൾസ്. അപ്പൊ ഇത് പ്രധാനമായിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. ശ്വാസകോശ സംബന്ധമായിട്ട് പറയുന്നതിന് മുമ്പേ നമുക്ക് ദൈവം ഒരുപാട് അവയവങ്ങൾ വരദാനം ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ബ്രെയിൻ ആയിട്ടും കണ്ണായിട്ടും ഹാർട്ടായിട്ടും അതേപോലെ കിഡ്നി ആയിട്ടും ലിവർ ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് അവയവങ്ങൾ നമുക്ക് ദൈവം വരദാനം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പരസ്യത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു ശ്വാസകോശം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലങ്സ്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട എന്താണ്? ശരിക്കും നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇതിന്റെ ആദ്യം തന്നെ ചില ആൾക്കാർ പറയും ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, ഇതിന്റെ റേറ്റ് വരുന്നത് ഇത്രയാണ്. അപ്പൊ ആ റേറ്റ് കേൾക്കുന്ന സമയത്ത് അവരെന്താവും, കസ്റ്റമർ എന്താവും, ഇത് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ശരിക്കും നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രൊഡക്റ്റിനെ എത്രത്തോളം എഡിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് എന്താണ്? പ്രൈസ് അല്ല, നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ പ്രൊഡക്റ്റിന്റെ ഗുണം അല്ലെ. കസ്റ്റമർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ നന്നായിട്ട് എഡിഫൈ ചെയ്യാം, പുകഴ്ത്തി പറയാം. എങ്ങനെ പുകഴ്ത്തി പറയണം? ആ പ്രൊഡക്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു നോളജ് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറയണം അല്ലെ. ലെങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ. ഈ ലെങ്സിന്റെ വെയിറ്റ് എത്രയാണ്? അപ്രോക്സിമേറ്റ് വെയിറ്റ് എത്രയാണ്? ആർക്കെങ്കിലും അറിയോ നമ്മുടെ ലെങ്സിന്റെ വെയിറ്റ് എത്രയാന്നുള്ളത്? കാരണം നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് അവയവങ്ങൾക്ക് ഓരോ ഗ്രാമിലും കിലോസിലും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അതാണ് നമ്മുടെ ടോട്ടൽ വെയിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ലെങ്സിന്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് എത്രയാണ്?
എത്രയാണ് ശരാശരി വെയിറ്റ് എത്രയാണ്? ആർക്കെങ്കിലും അറിയോ ആർക്കെങ്കിലും? ഞാൻ തന്നെ പറയാം. നമ്മൾ അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 kg ആണ് അല്ലെ? 1 കിലോ വെയിറ്റ് ഉണ്ട് നമ്മുടെ ലങ്സിൽ. ഇതൊരു പുതിയ അറിവല്ലേ? ഒരറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലങ്സിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാല് 1 kg ആണ്. 1 കിലോഗ്രാം ആണ് നമ്മുടെ ലങ്സിന്റെ വെയിറ്റ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്തിനൊക്കെയാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്? ശ്വാസകോശ സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് വരിക? എന്തൊക്കെ വരും? അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ വരും അല്ലെ? തുമ്മല്, അതേപോലെ തന്നെ ചില ആളുകൾ അല്ലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്. എന്തൊക്കെയാ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ വരിക? ചില ആളുകൾക്ക് ആസ്മ അല്ലെ? ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ആസ്മ പേഷ്യൻസ് ഉണ്ടാവും. ഇൻഹേലർ ഒക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ? ഇപ്പൊ ഡോക്ടറെ അടുക്ക പോകുന്ന സമയത്ത് ഡോക്ടർ നമ്മളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പറയും ഇത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങൾ അല്ലെ? ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസ തടസ്സം അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഫക്കെട്ട് അല്ലെ? നന്നായിട്ടുണ്ടാവുന്ന മ്യൂക്കസ് പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്തിനൊക്കെയാ യൂസ് ചെയ്യുക ശരിക്കും പറഞ്ഞാല്? നമ്മൾ ഈ പ്രൊഡക്റ്റ് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും, അതേപോലെ തന്നെ ഇൻഹേലർ വർഷങ്ങളായിട്ട് ഇൻഹേലർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളും, അതേപോലെ തന്നെ കഫക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നന്നായിട്ട് കഫക്കെട്ടാണ്, കഫക്കെട്ടിന്റെ പ്രശ്നമാണ്. കാരണം ഇത് മാറാത്ത കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ആസ്റ്റോർ ലൈഫ് ഗാർഡ് എന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ കസ്റ്റമർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് പേര് പറയുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ എന്തുണ്ടാവണം? ഈ പ്രൊഡക്റ്റ് ഇതിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ഈ പ്രൊഡക്റ്റ് എന്തൊക്കെ യൂസ് ചെയ്യാം? കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇൻഹേലർ, അമിതമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നത്, ആസ്മ, അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ, കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ആസ്റ്റോർ ലൈഫ് ഗാർഡ് എന്നുള്ള പ്രൊഡക്റ്റ് ആ വ്യക്തിക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്? ഇനി അടുത്ത ചോദ്യം ചോദിക്കും, ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കാം, പക്ഷെ ഇതിൽ എന്തൊക്കെ ചേരുവകളുണ്ട്? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം കസ്റ്റമർക്ക് കൊടുക്കണം അല്ലെ? ഈ ഞാൻ അന്നും പറഞ്ഞു, നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ആസ്റ്റോർ ലൈഫ് ഗാർഡിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്താ പറയാ? ഏതെങ്കിലും ഒരു 1, 2, 3 ഇൻഗ്രീഡിയൻസിന്റെ പേരൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുക, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത്? പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? ഇരട്ടി മധുരം അല്ലെ? ഇരട്ടി മധുരം നമുക്കറിയാലോ, എഷ്ടി മധു എന്ന് പറയും സംസ്കൃതത്തില്. അപ്പൊ ഈ ഇരട്ടി മധുരത്തിന്റെ പ്രധാന ധർമ്മം എന്താണ്? നമ്മളെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളും നമ്മളെ സൗണ്ട് ക്ലിയർ ആക്കാനും അല്ലെ? ഒരുപാട് ഗായകന്മാരൊക്കെ ഈ ഇരട്ടി മധുരമൊക്കെ കഴിച്ചിട്ടാണ് പാട്ടൊക്കെ പാടുക അല്ലെ? അപ്പൊ ഇരട്ടി മധുരമാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ്. അതേപോലെ തന്നെ താലീഷ് പത്രം, ഇതാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ്. കാരണം നമ്മൾ ആയുർവേദത്തില് ഒരിക്കലും എണ്ണിയാൽ തീരാത്തത്ര ഹെർബ്സ്, ഔഷധങ്ങൾ ഉണ്ട്. ഇപ്പോഴും ഒരുപാട് പേരുകൾ നമുക്ക് അറിയാത്തതുണ്ട്. ഇപ്പൊ താലീഷ് പത്ര അതിന്റെ പേരാണ്, ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പേരാണ് താലീഷ് പത്ര. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? നമ്മളെ കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ, ജലദോഷം, കഫക്കെട്ട്, അതേപോലെ തന്നെ നമ്മളെ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഇത് എന്തിനുള്ള യൂസ് ചെയ്യാം? ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഹെർബ് ആണെന്ത്? താലീഷ് പത്ര, TALISPATRA, താലീഷ് പത്ര. അതേപോലെ ഇരട്ടി മധുരം, അതേപോലെ തുളസി നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം പനി വരുന്ന സമയത്തും കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാപ്പിയായിട്ടും അതേപോലെ അതിന്റെ വെള്ളമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ തുളസി, അതേപോലെ തന്നെ അടത്തോട വാസാന്ന് പറയും. അതേപോലെ തന്നെ കുർക്കുമീൻ നമുക്ക് അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ്. കാരണം മഞ്ഞളിൽ നിന്നും എടുക്കുന്ന ഒരു കണ്ടന്റ് ആണ് എന്ത്? കുർക്കുമീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം മഞ്ഞള് രാത്രിയൊക്കെ പാലിലൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കഫക്കെട്ടിനും ഒക്കെ നല്ലതാണെന്നുള്ളത് പഴമക്കാര് പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ അല്ലെ? കുരുമുളക് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? കുരുമുളക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ആകാനും ഒക്കെ, അതേപോലെ ശരീരത്തിൽ
ഒരു തണുപ്പ് നൽകാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുരുമുളക്. അതേപോലെ തന്നെ ചൂക്ക. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. കാരണം ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയന്റും ഒരു കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നല്ല ചങ്കൂറ്റത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റണം ഇതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയണം? ഇതില് തുളസി അടങ്ങിയിട്ടുണ്ട്, ഇരട്ടി മധുരം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളക്, കുർക്കുമിൻ, തിപ്പല്ലി, ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെ യൂസ് ചെയ്യണം? നമ്മൾ എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടത്? ഇത് ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരമായിട്ട്, അല്ലെ, രാവിലെയും രാത്രിയായിട്ട് ഭക്ഷണത്തിന് ശേഷം, വെറും വയറ്റിലല്ല, എംപ്റ്റി സ്റ്റൊമക്കിലല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ കഴിക്കണം? ഭക്ഷണത്തിന് ശേഷം ട്വൈസ് എ ഡേ എന്ന് പറയും. ഒരു ദിവസം 2 നേരമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കർണാടക ടീംസ് ഇതിലുണ്ടോ? ലെറ്റ് മീ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഉണ്ടെങ്കിൽ പറയണം. വി ഹാവ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇമ്മ്യൂണോമാക്സ് ആണ്. ഇമ്മ്യൂണോമാക്സ് അല്ലെ, അതിന്റെ പേരിൽ തന്നെ ഒരു വെറൈറ്റി കിടക്കുന്നുണ്ട്. എന്താ ഇമ്മ്യൂണോമാക്സ് 24/7 ക്യാപ്സ്യൂൾ? അതിന്റെ പേരെന്താണ്? അങ്ങനെ ഒരു പേര് വരാനുള്ള ഒരു കാരണം എന്താ? അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ഒരു ഇമ്മ്യൂണിറ്റി അഥവാ പ്രിവെൻഷൻ എന്ന് 24/7 എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി മാക്സിമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്മ്യൂണിറ്റി കൂട്ടുക, അതും 24/7. മനസ്സിലായല്ലോ? ഒരാഴ്ചയിൽ ഫുള്ള് ദിവസം 24 hours നമ്മളെ ശരീരത്തില് ഇമ്മ്യൂണിറ്റി കൂട്ടുക, മാക്സിമം കൂട്ടുക, വർദ്ധിപ്പിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇമ്മ്യൂണോമാക്സ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ്? കാരണം ഇമ്മ്യൂണോമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഏതൊരു അസുഖത്തിന് മൂല കാരണം നമ്മൾ പറയും, അല്ലെ, പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്ക് എല്ലാ രോഗങ്ങളും വരും എന്നുള്ളത് നമുക്കറിയാലോ. എല്ലാ രോഗങ്ങളും വരും. അപ്പൊ ഈ പ്രൊഡക്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്? ഇമ്മ്യൂണോമാക്സ് നമ്മളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, നമ്മളെ പ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെയൊക്കെയാ പ്രതിരോധ ശേഷി കുറയുന്നത്, എങ്ങനെയാ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുന്നത്? എന്തൊക്കെയാണ്? അമിതമായിട്ടുള്ള മരുന്നിന്റെ ഉപയോഗം, അല്ലെ, അതേപോലെ തന്നെ ഉറക്കില്ലാത്ത പ്രശ്നം, അല്ലെ. ചില ആൾക്കാർക്ക് രാത്രി ഉറക്കത്തിന്റെ കുറവുണ്ട്. ഇന്ന് ഞാൻ വർക്കിന് പോയ സമയത്ത് അവിടെയുള്ള ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഞാൻ ഉറങ്ങാറേ ഇല്ല. അതെന്താന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഉച്ചക്ക് എനിക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരു ചെറിയൊരു ഉറക്കാണ്. അത് കഴിഞ്ഞാല് രാത്രി ഞാൻ കിടന്നാല് 11 മണിക്ക് അങ്ങനെ കിടക്കും. പക്ഷെ രാവിലെ വരെ ഞാൻ കിടക്കയിൽ ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ ഇരിക്കാം. അപ്പൊ ഇതാ പറയുന്നത്. അപ്പൊ ഈ ഉറക്കക്കുറവിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് അത് ബാധിക്കുന്നു, ഇല്ലേ? അതേപോലെ തന്നെ അമിതമായിട്ടുള്ള റേഡിയേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെ. ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നന്നായിട്ട് കീമോ ചെയ്യുന്ന സമയത്ത് അവരെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ എന്തായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇമ്മ്യൂണിറ്റി കൂട്ടാന്ന് പറയുമ്പോൾ ഈ പനിപരമായിട്ട്, അല്ലെ, പനി നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാ. നമ്മൾ എന്ത് പറയും? കാരണം പനി വരുന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോട് കൂടിയാണ് ജനിക്കുക, ഒരു ചെറിയൊരു പനിയോട് കൂടിയാണ് ജനിക്കുക. അതേപോലെ ഒരു വ്യക്തി മരിക്കാൻ പോകുന്ന സമയത്തും പനി വന്നിട്ടാണ് മരണം അടിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ പനി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നിസ്സാരമായിട്ട് കാണരുത്. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഒരു പാരസെറ്റമോളോ അല്ലെ ഒരു കാൽപോളോ എന്തെങ്കിലും നമ്മൾ വീട്ടില് നമ്മളെ വെറ്റിലെ ജലം എന്ന് പറയുന്ന പോലെ ആ ഒരു മരുന്ന് ജലത്തിലിട്ട് നമ്മളിങ്ങനെ സൂക്ഷിക്കുക, അല്ലെ, ഏതെങ്കിലും ഒരു ഫ്രിഡ്ജിന്റെ മേലെയോ. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ആ പ്രൊഡക്റ്റ് ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണത് ഇമ്മ്യൂണോമാക്സ്. കാരണം പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്താണല്ലോ വരിക.
അപ്പോ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വീടുകളിൽ പോകുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ബിസിനസ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഏത് സമയത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മക്കളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള, വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഒരു പനിയോ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു പനിയോ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. കാരണം ഇതിന് യാതൊരുവിധ പാർശ്വഫലവും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെയാ അതിൽ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്? നമ്മൾ എപ്പോഴും പറയും കറ്റാർവാഴ അല്ലെ. കറ്റാർവാഴ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഹെർബാണ്. കാരണം നമ്മൾ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ ഈ സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റുകളിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കറ്റാർവാഴ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം. ഏകദേശം 200-ന് മുകളില് അലോവേര യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഇന്ന് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അലോവേര. അതേപോലെ തന്നെ അശ്വഗന്ധ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ക്യാൻസറിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു സാധനം കാണുന്നുണ്ടോ നിങ്ങൾ ആ സ്ക്രീനിൽ? എന്താണത്? ത്രിഫല അല്ലെ. ത്രിഫല ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലെ, ത്രിഫല പൗഡർ. എന്താ ഈ ത്രിഫല എന്ന് പറഞ്ഞാല്? നെല്ലിക്ക, താനിക്ക, കടുക്ക അല്ലെ. അപ്പൊ ഈ ത്രിഫല ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് ആ ഒരു ക്യാപ്സൂളിന്റെ ആ ഒരു ഷെല്ല് കണ്ടിട്ടുണ്ടോ? ക്യാപ്സൂള് കഴിക്കുന്ന സമയത്ത് ആ ഷെല്ലിന്റെ കളർ എന്താ ശരിക്കും? വാട്ട് ഈസ് ദ കളർ ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഷെൽ? എന്താണ് ആ ഒരു കളറ്? കാരണം ആ ഒരു ഷെല്ല് പോലും നമ്മളെ ശരീരത്തില് യാതൊരു തരത്തിലുള്ള ഹാനികരം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള നമ്മളെ മെഡിസിൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഛർദ്ദിക്കാൻ വരും, ഓക്കാനം പോലെയുള്ള പ്രശ്നങ്ങള്, വയറ് നന്നായിട്ട് വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ വരാം, കൃത്യമായിട്ട് ഒരു ദഹനം നടക്കാത്തൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമ്മളെ ഈ പ്രൊഡക്റ്റിന്റെ ഷെല്ല്, നിങ്ങൾ ആ ഒരു ക്യാപ്സൂൾ എന്ന് നമ്മൾ പറയില്ല, ആ ഷെല്ല് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള ഒരു സാധനം അതിലില്ല. അത് നമ്മളെ ശരീരത്തിൽ നമ്മൾ ഈ ഒരു ഇമ്മ്യൂണോ മാക്സിന്റെ ആ ഒരു ക്യാപ്സൂൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിനെ കൊണ്ട് യാതൊരു പ്രശ്നവും നമ്മളെ വൈറസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പുളിച്ചു തികട്ടുന്ന വന്ന പ്രശ്നമോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളെ ബോഡിയിൽ ഇത് പെട്ടെന്ന് തന്നെ എന്താവുന്നുണ്ട്, ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഡയബറ്റിക് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത സമയം 2 ദിവസം കൊണ്ട്, എന്റെ ടീമിൽ തന്നെ പ്രവീൺ സാറിന് 2 ദിവസം നമ്മളെ ഈ ഒരു ഡയബറ്റിക് കെയറിന്റെ ക്യാപ്സൂൾ കഴിക്കുന്ന സമയത്ത് 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഷുഗർ ലെവൽ നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്നെ അതിശയായിരുന്നു. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ ആ ഒരു ഷെല്ല്, ആ ഒരു ക്യാപ്സൂളിന്റെ ആ ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് തരുന്ന ആ ഒരു ഷെല്ല് മൃഗക്കൊഴുപ്പ് എന്ന് പറയും, ജലാറ്റിൻ എന്ന് പറയും. ഈ ജലാറ്റിന്റെ പ്രശ്നം എന്താ, ഇത് നമ്മളെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നൊന്നും അബ്സോർബ് ചെയ്യൂല. 1, 2, 3 മണിക്കൂർ എടുക്കും ഇത് ഈ ക്യാപ്സൂൾ നമ്മളെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ. അതാണ് പനീനെ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് 8 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് നമ്മളോട് കഴിക്കാൻ പറയുന്നത്. കാരണം ഇത് കഴിച്ചാൽ പെട്ടെന്ന് നമ്മളെ ബ്ലഡിലും മറ്റുള്ള നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ ഒരു ക്യാപ്സൂൾ, നമ്മളെല്ലാ ക്യാപ്സൂളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഷെല്ലിൽ കൂടെ നമുക്ക് ആ പൗഡർ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. ഈ ക്യാപ്സൂളിനുള്ളിൽ തന്നെ ഇതിന്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഒക്കെ ആ ഒരു എക്സ്ട്രാക്ട്, അതിലാണ് ഞാൻ പറഞ്ഞ ത്രിഫല. ത്രിഫല എന്ന് പറഞ്ഞ സമയത്ത് നെല്ലിക്ക, താനിക്ക, കടുക്ക, ഇത് ഒരു രസായനമാണ്. അതേപോലെ തന്നെയാണ് ഗാർസീനിയ ഗാംബൂജിയ. കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഗാർസീനിയ ഗാംബൂജിയ എന്ന് പറഞ്ഞ എന്താ, എന്തിന്റെ ശാസ്ത്രനാമം അത്? ആർക്കെങ്കിലും അറിയോ ഗാർസീനിയ ഗാംബൂജിയ എന്ന് പറഞ്ഞാല്? എനിബഡി എൽസ്? ആർക്കെങ്കിലും അറിയോ എന്താ ഗാർസീനിയ ഗാംബൂജിയ എന്ന് പറഞ്ഞാല്? നമ്മളെ കുടംപുളി കേട്ടിട്ടുണ്ടോ? പേര് കേട്ടപ്പോ നമ്മൾ ഇത്രയും നിസ്സാരല്ലേ ഉള്ളൂ, കുടംപുളി ഇല്ലേ? കുടംപുളി ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കുടംപുളി. അതേപോലെ തന്നെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? തുളസി. തുളസി പിന്നെ നമുക്ക് കോമൺ ആണ്. പനി വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ആവി പിടിക്കാനും, അതേപോലെ കാപ്പി ആയിട്ട് കുടിക്കാനും, വെറുങ്ങനെ നമ്മൾ കഴിക്കാനും, വെള്ളം കാച്ചി കുടിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? നമ്മുടെ
തുളസി. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്താണ്? നമ്മളെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ, പനി വരുന്ന സമയത്ത് എന്തൊക്കെ യൂസ് ചെയ്യാം? ഇഞ്ചി അല്ലെ, ഇഞ്ചിയൊക്കെ കുത്തിയിട്ടുള്ള ആ ഒരു കാപ്പി, തൊണ്ട നല്ല എരിച്ചിലെടുക്കും. ഓക്കെ, അപ്പോ ഇഞ്ചി ഇതൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി അടുത്തൊരു സാധനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടാകും. എന്താണ് ആ സാധനം? പുനർനവ എന്ന് പറയും സംസ്കൃതത്തില്. പുനർനവ എന്താണ്? വാട്ട് ഈസ് പുനർനവ? എന്താണ് മലയാളത്തിൽ എന്ത് പറയും? തഴുതാമ അല്ലെ, തഴുതാമ. തഴുതാമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അതിന്റെ വെള്ളമൊക്കെ കുടിച്ചാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ്. തഴുതാമ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ഇതില്. അതേപോലെ ഇരട്ടി മധുരം. ഇരട്ടി മധുരം നേരത്തെ നമ്മൾ കേട്ടു അല്ലെ, എന്താണ്? ആസ്റ്റോർ ലൈഫ് ഗാർഡിലുള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ഇരട്ടി മധുരം. ഇനി അടുത്തൊരു കാര്യം പറയും, ഈ സാധനം നമ്മൾ ഡെയിലി കഴിച്ചാൽ ഡോക്ടർ എടുക്ക പോകണ്ടെന്ന് പറയും അല്ലെ. എന്താണത് പറയാ? ഡെയിലി നമ്മൾ ഈ സാധനം കഴിച്ചാല് ഒരു ഡോക്ടർ എടുക്ക പോകണ്ടെന്ന് പറയും. എന്താണ്? എ ഫോർ ആപ്പിൾ അല്ലെ. ആപ്പിൾ കഴിച്ചാൽ നമ്മൾ പറയൂലേ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് പറയും. കീപ് അവേ ഫ്രം ഡോക്ടർ എന്ന് പറയും അല്ലെ, നമ്മൾ ഇത് ഡെയിലി കഴിച്ചാൽ. ആപ്പിൾ ഒരു പ്രധാന കണ്ടന്റ് ആണ് ഈ ഒരു ഇമ്മ്യൂണോമാക്സ് 24/7 ക്യാപ്സൂളിൽ. ഇനി അടുത്തൊരു സാധനമാണ് എന്ത്? താമരേന്റെ ഇല പോലെയുള്ളത്, കുടങ്ങൽ എന്ന് പറയും അല്ലെ, മുത്തൽ എന്നൊക്കെ പറയും. ഓരോ ജില്ലയിലും ഓരോ പേരാ പറയാ. കുടങ്ങൽ, അതേപോലെ മുത്തൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതില് 2-3 പേരുകൾ പ്രധാനപ്പെട്ടത് ഓർമ്മിച്ചു വെക്കാം. കുടംപുളി, കറ്റാർവാഴ, ഇരട്ടി മധുരം, തുളസി, ഇഞ്ചി, ആപ്പിൾ, ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇമ്മ്യൂണോമാക്സിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് എപ്പോഴും എന്ത് ചെയ്യാം? നമ്മളെ വീടുകളിൽ നമ്മൾ ഈ ഒരു മണിരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുക. കാരണം ഏകദേശം 2 വർഷത്തോളം നമ്മളെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇല്ലേ. അപ്പോ ഇത് വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വെക്കുക. ഇത് നമ്മൾ പനി വരുന്ന സമയത്തൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? ഈ പാരസെറ്റമോൾ ഒക്കെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇമ്മ്യൂണോമാക്സ് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെ കഴിക്കണം? നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. വെറും വയറ്റിലല്ല, ഭക്ഷണത്തിന് ശേഷം 2 നേരവും കഴിക്കാം. രാവിലെയോ രാത്രിയോ അല്ലെ ഉച്ചക്കോ, പനി നമുക്കറിയാലോ, അപ്പൊ കഴിക്കാം. വേറെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര വയസ്സ് മുതൽ കഴിക്കാം? ശരിക്കും പറഞ്ഞാൽ ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സൂൾ ആണ്. ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്ലാരിറ്റി ആയല്ലോ. ഇനി അടുത്തതിൽ നമുക്ക് പോവാം അല്ലെ. അടുത്ത പ്രൊഡക്റ്റ് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാൻ മടിക്കുന്ന, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഇത് പറയുമ്പോൾ നമുക്കൊരു ചമ്മലാണ് അല്ലെ. നമ്മൾ മുഖം എന്ത് ചെയ്യും? താഴ്ത്തിക്കളയും ഇത് പറയുന്ന സമയത്ത് അല്ലെ. എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്? പൈൽസിന്റെ പ്രശ്നം അല്ലെ. പൈൽസ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർക്കും അതൊരു ചമ്മലാണ്. എനിക്ക് പൈൽസ് ഉണ്ട് പറയാനൊരു മടിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പൈൽസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സന്തോഷ് ഹോസ്പിറ്റൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ നമ്മുടെ തലശ്ശേരിയിലൊക്കെ ഉണ്ട്. ഈ സന്തോഷ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇതിനായിട്ടുള്ള ഈ ഒരു കാറ്റഗറിക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് പൈൽസ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്ത ആളുകൾ എന്താ പറയാ? ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ എന്താ പറയുന്നത്? ഓപ്പറേഷൻ ചെയ്താല് രണ്ടാമതും ഇതിന്റെ ചാൻസ് പിന്നെയും കാണുന്നുണ്ട് അല്ലെ. ഓപ്പറേഷൻ ചെയ്തിട്ടും ഇത് ഒരു മാറ്റവും ഇല്ല, പൈസ വെറുതെ പോകും. 10,000-50,000 രൂപ പോകും അല്ലെ. നമ്മളിടയിലും ഓപ്പറേഷൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും, പൈൽ സൂട്ട് പ്ലസ്. ഓക്കെ, ആരോ സ്ക്രീനിൽ വരഞ്ഞിടുന്നുണ്ട്, ബിന്ദു ശ്രദ്ധിക്ക, സ്ക്രീനിൽ വരഞ്ഞിടരുത്, ശ്രദ്ധിക്കുക. സ്ക്രീനിൽ തൊടുന്ന സമയത്ത് പറ്റിപ്പോകുന്നതാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഈ പൈൽസ് സൂത്ത് പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്തൊരു ക്യാപ്സൂൾ, അതിന്റെ പേര് കണ്ടോ? നല്ല പേരാട്ടോ അതല്ലേ. ആ പേരിൽ തന്നെ പൈൽസ് പോയിട്ടുണ്ടോ? എന്താ ഇതിൽ എഴുതിയ? പൈൽസ് സൂത്ത് പ്ലസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പൈൽസിനെ സുഗമമാക്കാൻ അല്ലേ. അപ്പൊ പൈൽസിനെ സുഗമമാക്കാൻ എന്ന് പറയാൻ നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്താലും ഇത് മാറുമില്ല സത്യാവസ്ഥ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ വീട്ടിലൊരു ഗൃഹനാഥനോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ പ്രശ്നം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ മലയാളീസ് ആണല്ലോ, ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള എന്താണ്? ചിക്കൻ, മട്ടൺ, ബീഫ് അല്ലെ, ഇങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മൾ ഓരോരുത്തർക്കും. പണ്ടൊക്കെ നമ്മൾ ഓണത്തിനും വിഷുവിനും മാത്രം കണ്ട ചിക്കനും ബീഫൊക്കെ ഇപ്പൊ ഡെയിലി നമ്മൾ കണ്ടു മടുത്തു അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം പണ്ട് ഏറ്റവും കുറവായ ഒരു പ്രശ്നം, ഇന്ന് പൈസക്കാർക്ക് മാത്രം ഉണ്ടായ ഒരു പ്രശ്നം ഇന്ന് എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ, പൈൽസ് സൂട്ട് പ്ലസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇന്ന് പ്രായപരിചയമൊന്നുമില്ല, ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് കണ്ടുവരുന്ന ഒരു സാധനമാണ് പൈൽസിന്റെ അല്ലെങ്കിൽ ഫിഷർ അല്ലെ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഈ ക്യാപ്സൂളിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? ഈ ക്യാപ്സൂൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കാണുന്നില്ലേ, പൈൽസ് സർജറി കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു ഇല്ലേ? ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. എന്താ കാണുന്നത്? കണ്ട, ഇങ്ങനെയാണ് പൈൽസിന്റെ സർജറി ചെയ്യുക. ഈ സർജറി ഇത്രയും വേദനാപരമായിട്ടുള്ള ആ ഒരു സർജറി ഒക്കെ ചെയ്ത് ഒരു 2-3 മാസം 4 മാസം കഴിയുമ്പോഴേക്കും അത് അടുത്ത് പിന്നെ ഏതാ വരും. അപ്പൊ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതാ കാണുന്നില്ലേ, ഇതൊന്നും ആരും കണ്ട് മടിക്കണ്ട, കാരണം ഇതൊക്കെ മെഡിക്കൽ പരമായിട്ടുള്ള ഫോട്ടോസ് ആണ്. ഇങ്ങനെയാണ് പൈൽസ് കാണാം. അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ഈ ക്യാപ്സൂളിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മുടെ കമ്പനി നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? പൈൽസ്. ഇത് ഉപയോഗിച്ചിട്ടും ഒരുപാട് നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പേഴ്സണലി നമ്മൾ കൊടുത്തിട്ടൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പൈൽസ് സൂട്ട് പ്ലസ്. ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് വാങ്ങി കഴിക്കുക. കാരണം നമ്മളെ ഭക്ഷണ രീതിന്റെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ള മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനെയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു വ്യത്യസ്തനാക്കുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ്? നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. നമ്മളെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വരുന്നത്? വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള, കണ്ണിന്റെ കാഴ്ചശക്തി ഏറ്റവും നന്നായിട്ട് കൂട്ടുന്നത്, നമ്മുടെ ശരീരത്തിലെ അയൺ ഏറ്റവും നന്നായിട്ട് കൂട്ടുന്ന ഒരു ഹെർബാണ്, ഒരു ആയുർവേദ ചേരുവയാണ് എന്ത്? മുരിങ്ങയില. അറിയാലോ, ഇന്ന് മുരിങ്ങ പൗഡർ ആയിട്ടും ക്യാപ്സ്യൂൾ ആയിട്ടും ഒക്കെ ഇന്ന് വിദേശികൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം മലം കൃത്യമായിട്ട് പോകാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് എന്ത്? മുരിങ്ങ. കാരണം മുരിങ്ങയില എന്ന് പറയുന്ന സമയത്ത് അത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി പൊടിച്ച് ക്യാപ്സ്യൂൾ ആക്കിയിട്ടും ഒക്കെ ഇന്ന് ഒരുപാട് കിലോക്ക് ഒരുപാട് റേറ്റ് ഉള്ള ഒരു സാധനമാണ്. ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളെ നാട്ടില് ആർക്കും വേണ്ടാത്ത ഒരു സാധനമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? മുരിങ്ങ അല്ലെ. അപ്പൊ മുരിങ്ങയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്. നന്നായിട്ട് ഈ ശോധനം പോകുന്ന സമയത്ത് പൈൽസ് ഉള്ള ആളുകൾക്ക് ബ്ലഡ് ഒക്കെ പോകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ പൈൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇന്നറും ഉണ്ട് ഔട്ടറും ആയിട്ടും. കാരണം ഉള്ളിലായിട്ടുണ്ടാവുന്ന ആ ഒരു പൈൽസും പുറമെ ഒരു മുന്തിരിക്കൊല പോലെയുള്ള ടൈപ്പ് ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഫിഷറിന്റെ പ്രശ്നം, ഫിഷർ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇത് ഈ ഫിഷർ വന്നാലുള്ള പ്രശ്നം എന്താ? ബ്ലഡ് ഒന്നും പോവില്ല, പക്ഷെ നല്ല വേദനയായിരിക്കും, നമുക്ക് ഇരിക്കാൻ പറ്റൂല, നല്ലൊരു പുകച്ചല് പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതിനെ സഹായിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ദ വൺ ആൻഡ് ഓൺലി പൈൽസ് സൂട്ട് പ്ലസ്. അപ്പൊ അതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്താണ്? എഗെയിൻ ആര് വന്നു? നമ്മുടെ കറ്റാർവാഴ ഇതിലൊരു ഇൻഗ്രീഡിയന്റ് അല്ലെ. കറ്റാർവാഴ എന്ന് പറയുന്ന സമയത്ത് നല്ല തണുപ്പ്, നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് എഴുകും. അതേപോലെ മുരിങ്ങയില ഇതിന്റെ പ്രധാന കണ്ടന്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഒരു വെറൈറ്റി അല്ലെ, ചിലപ്പോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഈ ഫ്ലവർ. ആ ഫോട്ടോ കണ്ട സമയത്ത് എനിക്ക് ഫെമിലിയർ ആണ്. കാരണം ഞാൻ എന്റെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഒരുപാട് റോഡ് സൈഡിലൊക്കെ പണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണെന്ത്? ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്താണ്? ത്രികോൽപ്പകൊന്ന. കേട്ടിട്ടുണ്ടോ? എന്താണ്? ത്രികോൽപ്പകൊന്ന. അതിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഫ്ലവർ കണ്ടാൽ ആ ഒരു സ്ക്രീനിൽ ഒന്ന് വലുതാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സൂം ചെയ്താലേ കാണാൻ പറ്റും. ഈ ഫ്ലവർ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് റോഡ് സൈഡിലൊക്കെ വള്ളിയായിട്ടാണ് ഇത് കാണുക. ഇതാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ്. ഈ ബ്ലഡ് പോലത്തെ നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഈ പൈൽസ് ഉണ്ടാകുന്ന സമയത്ത്, നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ തടയാനുള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുള്ളത്.
ഇനി അടുത്തത് നമ്മൾ എപ്പോഴും ഫെമിലർ ആയിട്ട് പറയുന്ന പോലെ വൺസ് അഗൈൻ നമ്മുടെ ത്രിഫല, നെല്ലിക്ക, താനിക്ക, കടുക്ക ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കാരണം വയറ് സംബന്ധമായിട്ട് നമ്മുടെ ദഹനം പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ ചേരുവയാണ് ഈ പറഞ്ഞ നെല്ലിക്ക, താനിക്ക, കടുക്ക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വേപ്പ്. വേപ്പ്? വേപ്പ് അറിയാലോ, നല്ലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. കാരണം നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ചൊറിച്ചല്, പൈൽസ് ഉള്ള ആളുകൾ പറഞ്ഞതാണ് ആ ഭാഗത്തുണ്ടാവുന്ന ചൊറിച്ചല്, അതേപോലെ തന്നെ ഒരു ഇച്ചിങ് ഫീൽ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വേപ്പ്. അതേപോലെയുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കിരിയാത്ത്. അതേപോലെയുള്ള അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് സെന്ന. ആ ഫ്ലവറും നിങ്ങൾ ചിലപ്പോ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയന്റ്. ഒരു 7 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4-5 പേര് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഈ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കമ്പനികളെ പ്രൊഡക്റ്റുകൾ, ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. ആ എക്സ്ട്രാ ഓർഡിനറി നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം? ഒരാളടുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം? ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുക്കുക, ഇത് മാർക്കറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാൾ എന്താണ് ഇതിനെ വ്യത്യസ്തനാക്കുന്നത് എന്നൊരു കമ്പാരിസൺ. ജനങ്ങൾ എപ്പോഴും നോക്കുന്ന അറിയോ? ഒരു കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക, വ്യത്യാസം പറഞ്ഞു കൊടുക്കുക, എന്താണ് ഇത്, അത് ബോധ്യപ്പെട്ട ഷുവർ ആയിട്ടും അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്നത്. ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. 1 വീതം 2 നേരം, മോർണിംഗോ നൈറ്റോ ആയിട്ട് ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇത് കഴിക്കാം. ഓക്കെ. അപ്പോ ഈ പ്രൊഡക്റ്റും ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാം? ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. ഷുഗർ പേഷ്യൻസിന് അടക്കം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രൊഡക്റ്റ് നെക്സ്റ്റ്. നമ്മൾ ഇത്ര നേരം എന്ത് പറഞ്ഞു? ക്യാപ്സൂളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ? ക്യാപ്സൂൾസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലിക്വിഡ്സിനെ പറ്റിയിട്ടാണ് അല്ലെ? നമ്മുടെ മരുന്ന് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ഫോമിലും ക്യാപ്സൂൾ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് നമ്മുടേത് മരുന്നല്ല, ഞാൻ ഒരു കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. മരുന്നല്ല, നമ്മുടെ അടുത്തൊരു വെൽനസ് പ്രൊഡക്റ്റ് ആണ്. എന്ത് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം പേഴ്സണലി എന്റെ അച്ഛന് ഏറ്റവും റിസൾട്ട് കിട്ടിയ, കാരണം 1 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടിയത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 1 മണിക്കൂർ കൊണ്ട്. കാരണം ഈ കിഡ്നി സംബന്ധമായിട്ട് ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് ഇന്ത്യയിലെ കണക്ക് നോക്കുവാണെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാളും പുരുഷന്മാർ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്? കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? കിഡ്നി സംബന്ധമായിട്ട് നമുക്കറിയാം, കിഡ്നി എന്ന് പറയുന്ന സാധനം അല്ലെ? കിഡ്നി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലെ? കിഡ്നി ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ ടോക്സിൻസുകളും പുറന്തള്ളാൻ. കാരണം കിഡ്നിയിൽ ഉണ്ടാകുന്ന ഒരു അരിപ്പാന്ന് പറയും അല്ലെ? നമ്മുടെ കിഡ്നിയുടെ വലിപ്പം എത്രയാണ്? ഒരു കൈയുടെ മുഷ്ടി ചുരുട്ടിയാലുള്ള വലിപ്പമാണ് നമ്മളെ കിഡ്നിന്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു ആകൃതി. ഈ അവയവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് എന്ത്? കിഡ്നീസ്. അപ്പൊ ഈ കിഡ്നി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഈ കിഡ്നിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് വലിച്ചാലും തീരാത്ത ഞരവുകൾ, നെർവ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സാധനം, ഈ മുഷ്ടി ചുരുട്ടിയാലുള്ള വലുപ്പത്തിനുള്ളിൽ ഇത്രയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നെർവ്സ് അതിന്റെ ഉള്ളിലുണ്ട് എന്നാ പറയുന്നത്. അതിന്റെ ഉള്ളില് ഒരു നെഫ്രോൺ എന്ന് പറയുന്ന ഒരു അരിപ്പയുണ്ട്. ആ ഒരു അരിപ്പയിൽ കൂടിയാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബ്ലഡിലും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസുകളൊക്കെ യൂറിനിലൂടെയും മലത്തിലൂടെയും ഒക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രധാന അവയവമാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ള കിഡ്നീസ്. അപ്പൊ ഈ കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാല് നമ്മൾ എന്താ ചെയ്യാ? പ്രധാനമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ ഇന്ന് കണ്ടുവരുന്നത്? കിഡ്നി സ്റ്റോൺ അല്ലെ? ഞാൻ പറഞ്ഞു, ഇന്ന് സ്ത്രീകള് പ്രസവ വേദന, ലോകത്തിൽ ഏറ്റവും വലിയ പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയാണെങ്കിൽ പുരുഷന്മാരില് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞ, പ്രസവ വേദന പോലെ
പോലെയുള്ള ഒരു വേദന എന്ന് പറയപ്പെടുന്നതാണ് കിഡ്നിയിലെ കല്ലുണ്ടാവുന്ന പ്രശ്നം അല്ലെ, കിഡ്നി സ്റ്റോൺസ്. ഇന്ന് നോക്കുവാണെങ്കിൽ ഓരോ വർഷം 1,00,000-ന് മുകളിലെ ആളുകളാണ് ഈ ഒരു പ്രശ്നം ഓരോ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കിഡ്നിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നിയും ഇനി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നിയും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഹെൽത്തി ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കിഡ്നിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ. നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയും ഇല്ലേ. കാരണം ഈ വെള്ളം കുടിക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസുകളൊക്കെ പുറന്തള്ളുന്നത്. ഇനി കിഡ്നീനെ ഹാനികരമാക്കി മാറ്റുന്ന സംഭവം എന്തൊക്കെയാണ്? പുകവലി, മദ്യപാനം, അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ. അപ്പോ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ത്രീകളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരിലാണെന്നാ പറയുന്നത്. ആ കിഡ്നി സ്റ്റോൺ കണ്ടോ നിങ്ങൾ? ഗിന്നസ് റെക്കോർഡ് കിട്ടിയ കിഡ്നി സ്റ്റോൺ ആണ്. കാരണം 160-ന്റെ മുകളിൽ കല്ലുകളാണ് ആ ഒരു കിഡ്നി സ്റ്റോണിൽ നിന്ന് റിമൂവ് ചെയ്തത്. അത് മുംബൈയിലുള്ള ഒരു പാചകക്കാരന്റെ കിഡ്നി സ്റ്റോണിൽ നിന്നാണ് ഇത്രയും. അത് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കിഡ്നിയിൽ കല്ല് അല്ലെ. അപ്പൊ കിഡ്നിയിലെ കല്ല് എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ മാത്രമാണോ കല്ലുള്ളത്? ശരിക്കും പറഞ്ഞാല് കിഡ്നി സ്റ്റോണിൽ മാത്രമാണോ കല്ലുള്ളത്? കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് കിഡ്നിയിൽ മാത്രമല്ല, നമ്മളെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ 4 ടൈപ്പാണ് കല്ലുകൾ നമ്മളെ ശരീരത്തിൽ കാണുന്നത്. ഈ കല്ല് എന്ന് പറയുമ്പോൾ ഈ കല്ലിന് എന്താ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാ? മെഡിക്കൽ സയൻസിൽ എന്ത് പറയും ഇതിനെ? സ്റ്റോൺ എന്നാണ് പറയാ. സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കല്ല്, നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന കല്ല്. എന്താണ് ഇത് ആക്ച്വലി എന്താ ഇതിന് പറയാ? കാൽക്കുലി എന്ന് പറയും ഇല്ലേ. മെഡിക്കൽ ഇതിൽ പറയും കാൽക്കുലി. നിങ്ങൾ ഈ പറഞ്ഞ UT സ്കാൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇംപ്രഷനിൽ കാണിക്കും there is no calculi അല്ലെങ്കിൽ 5 mm കാൽക്കുലി ഇൻ ദ ലെഫ്റ്റ് സൈഡ് എന്നൊക്കെ പറയും കിഡ്നിന്റെ. അപ്പോ ഈ കാൽക്കുലി 4 ടൈപ്പ് ആയിട്ടുണ്ട്. 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതിനൊന്നും നമ്മൾ വലിയ ഡോക്ടർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കിഡ്നിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയാണ്ട് ഇങ്ങനെ നിൽക്കേണ്ട, വായൊന്നും നമ്മൾ ക്ലോസ് ചെയ്യണ്ട. നമുക്കറിയുന്ന കാര്യങ്ങൾ നല്ല മനോഹരമായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ കിഡ്നി സ്റ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു പേഷ്യന്റിന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ ബിസിനസ് പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാ അവരെ അനലൈസ് ചെയ്യേണ്ടത്? എങ്ങനെയാ അവരെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്? എങ്ങനെയാ കിഡ്നി സ്റ്റോണിന് അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് കിഡ്നി സ്റ്റോൺ ആണ് ഉള്ളത് എന്ന് ചോദിക്കാം. ഇതിന് നമ്മൾ വലിയ പഠിക്കൊന്നും വേണ്ടല്ലോ. എങ്ങനെയാണ്? കാരണം ഒരു കിഡ്നി പേഷ്യന്റിന്റെ അടുക്ക് എത്തുന്ന സമയത്ത് ആ സ്റ്റോണിന്റെ പ്രശ്നമായിട്ട് അവർ ബുദ്ധിമുട്ടുന്നു, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഈ സാധനം അവരിങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കിഡ്നി സ്റ്റോൺ, എന്ത് കാൽക്കുലി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് ചിന്തിക്കും ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ അറിയാല്ലേ. അപ്പൊ അവരെന്താവും? നമ്മളുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കാണിക്കുന്ന അതേ റെസ്പെക്ട് എന്ത് ചെയ്യും? അവര് നമുക്ക് കാണിച്ചു തരും. കാരണം അവരുടെ റിപ്പോർട്ടൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു. അതിനൊന്നും നമ്മൾ എന്താ പറയാ വലിയ പഠിക്കാനൊന്നുമില്ല. കാരണം ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടാകുന്ന നമ്മളുടെ ഗുണം എന്താണ്? ആ ഇംഗ്ലീഷിൽ എഴുതിയ സാധനത്തിന് ഫോട്ടോ എടുത്താൽ നമുക്ക് മലയാളത്തിലൊക്കെ വായിച്ചു. അപ്പൊ കാൽക്കുലി ഉണ്ടാവുന്ന 4 ടൈപ്പ് എന്ന് പറഞ്ഞാല്, ഒന്ന് എങ്ങനെയാ ഈ കിഡ്നിയിൽ കല്ലുണ്ടാവുന്നത്? എങ്ങനെയാ ഉണ്ടാവുന്നത്? ആർക്കൊക്കെ അറിയാം കിഡ്നിയിൽ എങ്ങനെയാ? ഹൗ ടു ഫോം കിഡ്നി സ്റ്റോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. എങ്ങനെയാ ഉണ്ടാവുന്നത് കിഡ്നി സ്റ്റോൺ? കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് നമ്മളെ ശരീരത്തിൽ നമ്മളെ ടോക്സിൻസുകളൊക്കെ പ്രധാനമായിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നെന്താണ്? യൂറിനിലാണ്. ഈ യൂറിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ ഒരു യൂറിനില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് 92% എന്താണ്? വെള്ളമാണ്. ആ വെള്ളത്തിലാണ് ബാക്കി വരുന്ന 4% യൂറിയ ആയിട്ടും അതേപോലെ തന്നെ മറ്റ് ലവണങ്ങളുമായിട്ടൊക്കെ ഇത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പോ ഈ 92% വെള്ളം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഏറ്റവും നന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കല്ലായിട്ട് മാറാം, കാൽക്കുലേറ്റ് മാറാം. എങ്ങനെയാ കാൽസ്യം കൂടുക? കാൽസ്യം കൂടുന്ന സമയത്ത് ചില ആളുകളുണ്ട് കാൽസ്യം ടാബ്ലറ്റ് ഡോക്ടർ എഴുതി കൊടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. കാരണം 500 mg ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ കാൽസ്യം എന്താ ചെയ്യേണ്ടത്? കാൽസ്യം നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് മൂത്രത്തിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പോകണം. ആവശ്യമുള്ളത് ശരീരം എടുത്തിട്ട് ബാക്കികൾ എന്ത് ചെയ്യണം? മൂത്രത്തിൽ കൂടെ തന്നെ അത് പുറന്തള്ളണം. പക്ഷെ ഇതെന്താവും? കൂടുതൽ കാൽസ്യത്തിന്റെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിയും. നമ്മൾ പറയില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. കൂടുതലായിട്ട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്താ പ്രശ്നം വരിക? ഇത് കാൽക്കുലി ആയിട്ട് നമ്മുടെ കിഡ്നീന്റെ ഭിത്തികളിൽ എന്താവും? ഇത് പറ്റിപ്പിടിച്ച് അവിടെ കല്ലായിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ്
അതുകൊണ്ടാണ് ഇത് 5 mm 1 cm 2 mm 3 mm 8 mm എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വലിപ്പം UT സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കാണിക്കും. ഇപ്പൊ കാൽസ്യം സ്റ്റോൺ എന്ന് പറയുന്നത് കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായതാണ്. ഈ സ്ട്രുവൈറ്റ് സ്റ്റോൺ എന്ന് കാണുന്നില്ലേ, സ്ട്രുവൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നം, പാരമ്പര്യമായിട്ട്. ഇനി അടുത്തതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് എന്താ, യൂറിക് ആസിഡ് അമിതമായിട്ട് ശരീരത്തിൽ ഉണ്ടാവും. കാരണം യൂറിക് ആസിഡ് ഉണ്ടാകുന്ന സമയത്ത് എന്താ പ്രശ്നം, കാലുകളിൽ വേദനകൾ ഉണ്ടാവും, അതേപോലെ കാല് വളഞ്ഞു പോവാ, നിലത്ത് ചവിട്ടാൻ പറ്റുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ യൂറിക് ആസിഡ് കൂടുന്ന സമയത്താണ് ഇത്. യൂറിക് ആസിഡ് ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ കൂടെ പോകേണ്ട സാധനം എന്താവും, ഇതിലിങ്ങനെ സ്റ്റക്ക് ചെയ്ത് അവിടെ ഒരു കാൽക്കുലി ഫോം ആവും. അടുത്തതാണ് സിസ്റ്റൈൻ സ്റ്റോൺ. സിസ്റ്റൈൻ സ്റ്റോൺ ഇങ്ങനെ 4 ടൈപ്പ് ആയിട്ടാണ് സ്റ്റോൺസ് നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കാൽസ്യം സ്റ്റോൺ, യൂറിക് ആസിഡ് സ്റ്റോൺ ഒക്കെയാണ് അധികമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താ? ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കിഡ്നി സ്റ്റോണിനായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇതാ അഗെയിൻ ധന്യ മാഡം ശ്രദ്ധിക്കണം, സ്ക്രീന് വര വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അലോവേര, ഇതിലും വൺസ് അഗൈൻ അലോവേര. അപ്പൊ അലോവേര ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ഇനി അതിൽ അടുത്തൊരു സാധനമാണ് നമ്മൾ നേരത്തെ ത്രികോൽപകൊന്നാന്ന് പറഞ്ഞ പോലെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? പാഷാണഭേദം. പാഷാണഭേദം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. പാഷാണഭേദം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പാഷാണഭേദം എന്ന് പറഞ്ഞാല് കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കല്ലിനെ പൊട്ടിക്കാൻ, നമ്മൾ പറയില്ലേ കല്ലിനെ തകർക്കാൻ സഹായിക്കുന്ന ആയുർവേദത്തിൽ എത്രയോ പൗരാണിക കാലത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹെർബാണ്, ഒരു ആയുർവേദ കണ്ടന്റ് ആണ് എന്ത്? പാഷാണഭേദം. എന്നുവെച്ചാൽ കല്ലിനെ പൊട്ടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിൽ കൂടെ തന്നെ അത് പുറന്തള്ളാം. ഇനി അടുത്തൊരു സാധനമുണ്ട്, ഞെരിഞ്ഞിൽ. ഞെരിഞ്ഞിൽ കേട്ടിട്ടില്ലേ? ഞെരിഞ്ഞിലിട്ട വെള്ളമൊക്കെ കുടിച്ചാൽ നല്ലതാന്ന് പറയും ഇല്ലേ? ഞെരിഞ്ഞിൽ ഒരു പ്രധാന കണ്ടന്റാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വരുണ, അതേപോലെ തന്നെ പ്ലാഷിന്റെ ആ ഒരു പൂവ് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ഈ പ്രേതത്തിന്റെ നഖം പോലെയൊക്കെ കാണിക്കൂലേ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത്? ഈ പ്ലാഷ് എന്ന് പറയുന്ന സാധനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ കൂടം കല്ലി, ഇങ്ങനെയുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതുവരെ കേട്ടിട്ടേ. അതേപോലെ തന്നെ സ്റ്റാർച്ച്, റാഡിഷ് കേട്ടിട്ടില്ലേ? നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ആണ് റാഡിഷ്. അപ്പൊ അതിന്റെ സ്റ്റാർച്ച് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ നമ്മുടെ മുതിര ഏറ്റവും നല്ലൊരു സാധനമാണ്. മുതിരന്റെ പ്രത്യേകത എന്താണ്? മുതിര തിന്നാൽ കുതിരേനെ പോലെ അല്ല, അങ്ങനെയല്ല നമ്മൾ പറയാ. അപ്പൊ ഈ മുതിരന്റെ പ്രത്യേകത എന്താ? ഇത് കിഡ്നിയിൽ ഉണ്ടാവുന്ന കല്ലിനെ നശിപ്പിക്കാനുള്ള ഒരു പവർ ഉണ്ട് ഇതിന്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്താണ്? വളരെ സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളും അതേപോലെ തന്നെ നമുക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ സ്ത്രീകളിലും കുട്ടികളിലും ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും, UTI. ഇതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഈ കിഡ്നി കെയർ ലിക്വിഡ് അല്ലെ, ടാബ്ലറ്റ് അല്ല, ലിക്വിഡ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യണം? ഈ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം. ഇനി കിഡ്നി നമ്മൾ കൊല്ലത്തിൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാം. വൺസ് ഇൻ എ ഇയർ അപ് ടു 3 months അല്ലെ. ഒരു 3 മാസം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? കിഡ്നീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കും ഈ ഒരു പ്രൊഡക്റ്റ്. കിഡ്നി സംബന്ധമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ കിഡ്നി കെയർ ലിക്വിഡ്. ഇത് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നത്തിനും അതേപോലെ തന്നെ ഈ മൂത്രത്തിൽ ഉണ്ടാവുന്ന പഴുപ്പിനൊക്കെ നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു കിഡ്നി സ്റ്റോൺ വേദന വരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, പുറകുവശത്തായിട്ടാണ് വേദന വരിക. അങ്ങനെ എന്റെ അച്ഛൻ ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഇതൊന്ന് എടുത്ത് അച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഇത് യൂസ് ചെയ്ത് നോക്കും. ഇത് അച്ഛൻ പറഞ്ഞു വേണ്ട, ഈ ഒരു മരുന്നൊന്ന് വാങ്ങിച്ച ആന്റിബയോട്ടിക്, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 30 ml, അതിന്റെ മേലെ തന്നെ അതിന്റെ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിൽ എന്ത് ചെയ്യാം,
30 ml എടുക്കുക. ഭക്ഷണത്തിന് ശേഷം നന്നായിട്ട് ഇത് കഴിക്കുക. ഓക്കെ. ഇനി മൂത്രത്തിൽ ഈ പറഞ്ഞ പോലെ പഴുപ്പിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ വെറും വയറ്റിൽ കഴിച്ചാലും യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല. രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക? മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഒരു 30 ml, ആ ഒരു ക്യാപ്പ് ഉണ്ടാവും, ആ ഒരു ലിക്വിഡിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പിൽ എന്ത് ചെയ്യുക? ആ ഒരു മൂടിയിൽ 30 ml എടുക്കുക, കഴിക്കുക. ഓക്കെ. അപ്പോ ഇതും നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറയുക. ഓക്കെ. അപ്പൊ ഇതാണ് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് പറയണ്ടേ? കിഡ്നി കെയർ പറഞ്ഞു. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ, അടുത്തൊരു ഇമ്പോർട്ടന്റ്, അതാണ് ലിവർ കെയർ ജ്യൂസ്. എന്താണ് ലിവർ കെയർ ജ്യൂസ്? ഇന്ന് നോക്കുവാണെങ്കിൽ പണ്ട് നമ്മൾ പറയും പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നം അല്ലെ. ഈ പറഞ്ഞ സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ കൺസംഷൻ ആയിക്കോട്ടെ, ഫാസ്റ്റ് ഫുഡിന്റെ യൂസേജ് ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ ഇന്ന് അധികമായിട്ട് സ്ത്രീകളിൽ ഈ പറഞ്ഞ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ പ്രശ്നം? സ്ത്രീകൾ മദ്യപാനികളായത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ഒന്ന് ഫുഡ് ഉണ്ട്, രണ്ട് ഈ എരിവ് കൂടുതലായിട്ടുള്ള കറിയൊക്കെ നമ്മളിങ്ങനെ കഴിക്കുമല്ലോ, മറിക്കാൻ മടിയായതുകൊണ്ട് ഇങ്ങനെ കഴിക്കും എടുത്തിട്ട് സ്ത്രീകൾ. അപ്പൊ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്താവും? നമ്മളെ ലിവർ എന്ന് പറയുന്ന ആ ഒരു ആശാൻ മാസ്റ്റർ എന്താ ചെയ്യുന്നത്? ലിവറിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. ഹെൽത്തി ആയിട്ടുള്ള ലിവറും അൺഹെൽത്തി ആയിട്ടുള്ള ലിവറും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയിൽ കാണാം. എങ്ങനെ ഒരു ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എന്താണ് പറയൂ? കാരണം ഈ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലിവർ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ എല്ലാ അവയവങ്ങളും നമുക്ക് പെട്ടെന്ന് പണി തരും അല്ലെ. ഏറ്റവും അവസാനം മനുഷ്യന്റെ ശരീരത്തിൽ പണി തരുന്ന, ആ പണി തരിക എന്ന് പറയുമ്പോൾ നമ്മളെയും കൊണ്ട് നമ്മളെ ജീവനടക്കം കൊണ്ടുപോകുന്ന ഒരു രോഗമാണ് എന്ത്? ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറിന്റെ പ്രശ്നം, അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം കേട്ടിട്ടില്ലേ? മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം, അതേപോലെ തന്നെ അമിതമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി ശരീരത്തിൽ ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ, കാരണം ഏറ്റവും കൂടുതൽ ഇത് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഹൈ ആയിട്ടുള്ള കൊഴുപ്പിന്റെ ഉപയോഗം, ഹൈ ആയിട്ടുള്ള ഉപ്പ് അല്ലെ, ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതേപോലെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. കാരണം ചായ ആയിക്കോട്ടെ, എന്ത് ജ്യൂസ് ആയിക്കോട്ടെ, മിതമായ മധുരത്തിന് പകരം ഒരുപാട് മധുരമൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കി കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സമയത്താണ് എന്ത് വരിക? നമുക്ക് ലിവർ സംബന്ധമായിട്ട് മാത്രമല്ല, ഈ പഞ്ചസാരയുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗവും പൊരിച്ചതും കരിച്ചതുമായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വരിക? നമ്മളെ വൻകുടലുകളിൽ ക്യാൻസർ ആയിട്ട് ഇത് കാണുന്നു ലേഡീസിൽ. അപ്പോ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇനി ലിവർ സംബന്ധമായിട്ട് പ്രശ്നം വരുന്ന പേടിയുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ ധൈര്യത്തോടു കൂടി, അതേപോലെ മഞ്ഞപ്പിത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ലിവറിനെ, കരളിനെ കഴുകി വൃത്തിയാക്കാൻ, വെച്ചാൽ ലിവർ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഈ ഒരു ലിവർ കെയർ. ഇത് ഇനി ചില ആൾക്കാർ ചോദിക്കും, ഇത് ലിക്വിഡ് അല്ലേ, ഷുഗറുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഷുഗറുകാർക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിലുള്ള ഇൻഗ്രീഡിയൻസും അതാ പിന്നെയും വന്നു നമ്മുടെ കറ്റാർവാഴ. കറ്റാർവാഴ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. അതേപോലെ തന്നെ തഴുതാമ, അതേപോലെ തന്നെ കരിന്തക്കാളി കേട്ടിട്ടുണ്ടോ? കരിന്തക്കാളി നമ്മൾ സാധാരണ പീടിയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി കണ്ടിട്ടുണ്ട് അല്ലെ. കരിന്തക്കാളി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ പല ഇൻഗ്രീഡിയൻസും ഇന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യുന്ന പല ആയുർവേദ ഇൻഗ്രീഡിയൻസ്. അതേപോലെ തന്നെ കണിക്കൊന്ന അറിയില്ലേ? കണിക്കൊന്നേന്റെ ആ ഒരു കുരു ഉണ്ടല്ലോ, നമ്മൾ കാണാം റോഡ് സൈഡിലൊക്കെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. കണിക്കൊന്നേന്റെ എല്ലാ ഭാഗങ്ങളും, വേര് മുതൽ തണ്ട് മുതൽ കായ് മുതൽ പൂവ് വരെ ആയുർവേദത്തില് പല രോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ കണിക്കൊന്നേന്റെ ആ ഒരു സീഡ്, ആ ഒരു ലോങ് ആയിട്ടുള്ള ആ ഒരു സീഡ് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചിരിയാത്ത്, അതേപോലെ നമ്മൾ മുടിക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ. എന്താണത്? ഭൃംഗരാജ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. കയ്യോന്നി എന്നൊക്കെ പറയും. ഈ ഭൃംഗരാജ് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ്
ചിഗോരി കണ്ടിട്ടുണ്ടോ? ഒരു പുല്ല് പോലെ റോഡ് സൈഡിലും പറമ്പിലൊക്കെ കാണാം. ഒരു ഇങ്ങനെ പരന്ന പോലെ കാണാം നമുക്ക് ചിഗോരി. അടുത്ത സാധനമാണ് എന്ത്? നമ്മുടെ നെല്ലിക്ക, താനിക്ക, കടുക്ക. ഇതും ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മളെ ലിവറിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുക. നമ്മളെ വണ്ടിയിലൊക്കെ നമ്മൾ ഇത് വെക്കുക, വീട്ടിലൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതെന്ത് ചെയ്യാം? 30 ml നമ്മൾ എന്ത് ചെയ്യാം? നന്നായിട്ട് എന്ത് ചെയ്യണം? ഈ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഈ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇതെന്ത് ചെയ്യണം? ആ 30 ml ഒഴിച്ചിട്ട് നമ്മൾ ഇത് കുടിക്കാം. ഓക്കെ, ഇത് എന്ത് ചെയ്യണം? ഭക്ഷണത്തിന് ശേഷം 30 ml 2 നേരമായിട്ട് കഴിക്കാം. ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുക. ഇതൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അറിവാണ് എല്ലാം. ഓക്കെ, അറിവ് നേടിയ ഒരാൾക്കും തകർക്കാൻ പറ്റൂല അല്ലേ? നമുക്ക് പണപരമായിട്ട് ഒരാളെ തകർക്കാൻ പറ്റും അല്ലെ? എല്ലാ രീതിയിലും തകർക്കാൻ പറ്റും. പക്ഷെ ഒരറിവ് നേടിയ ഒരു ജ്ഞാനിയെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി മാക്സിമം നോളജ് നമ്മൾ എന്ത് ചെയ്യാം? അക്വയർ ചെയ്യാം. അതാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ നമുക്ക് ലീഡേഴ്സ് ഒക്കെ തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. MRP എന്ന് പറയുന്നത് 349 ആണ്. അതിന്റെ PP പ്രൈസ് എന്ന് പറഞ്ഞാൽ 280 ആണ്. അതേപോലെ BV 120 BV നമുക്ക് ഇതിലൂടെ കിട്ടും. ഇനി ഇത്രയും നമ്മൾ കുറെ പുരുഷന്മാരെ പറ്റി പറഞ്ഞു, സ്ത്രീകളെ പറ്റി പറഞ്ഞു. ഇനി പുരുഷന്മാർക്ക് ഉള്ള സാധനമല്ല ഇനി അടുത്ത പറയാൻ പോകും. ഓക്കെ, പക്ഷെ പുരുഷന്മാരിത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയാൻ പോകുന്നതാണ് വുമൺസ് ഹെൽത്ത് അല്ലെ? സ്ത്രീകൾ അല്ലെ? സ്ത്രീക്ക് ദൈവം കൊടുത്ത ഒരു വരദാനാണ് എന്ത്? നമ്മള് അമ്മയാകുക അല്ലെ? അപ്പോ എല്ലാ ലേഡീസും ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? ഇന്ന് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ, ഓവറിയിൽ ഉണ്ടാവുന്ന ക്യാൻസർ, കയല പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ കമ്പനി മണിറയ മാർക്കറ്റിംഗ് ചെയ്യുന്ന വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പൊ സ്ത്രീകൾ കേൾക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? പുരുഷന്മാരും ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോൺസ് അല്ലെ നമ്മളെ ശരീരത്തിൽ നമുക്ക് നല്ല സന്തോഷം തരാനും നന്നായിട്ട് സങ്കടപ്പെടാനും അതേപോലെ ടെൻഷൻ അടിക്കാനും നാളെ രാവിലെ നല്ല ആങ്സൈറ്റി നമുക്ക് തരാനും ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് തരാനൊക്കെ നമ്മളെ ശരീരത്തിൽ ഒരു ഹോർമോൺ അവിടെ ഒരു പ്ലേ ചെയ്യുന്ന ഒരു റോൾ പ്ലേ ആണ്. എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം? ഇനി പുരുഷന്മാരുടെ ശരീരത്തിൽ ഏറ്റവും കണ്ടുവരുന്ന ഹോർമോൺ ഏതാണ്? ആർക്കൊക്കെ അറിയാം? നമ്മൾ വിചാരിക്കും ഡോക്ടേഴ്സ് ഒക്കെ ഇതൊക്കെ പഠിച്ചു, അവർക്കെല്ലാം അറിയാം. സത്യം പറഞ്ഞാല് നമുക്ക് ഒരു മിനി ഡോക്ടർ ആകാം ഇതിനെപ്പറ്റി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കാം. എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ? യെസ്, മുനീർ സാർ കറക്റ്റ്. ടെസ്റ്റോസ്റ്റിറോൺ, യെസ്. ഇതാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അല്ലെ? ഇപ്പൊ സ്ത്രീകളിൽ എന്താണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അല്ലെ? ഇപ്പൊ ഇങ്ങനെയുള്ള 2 ഹോർമോൺസ്. പക്ഷെ ടെസ്റ്റോസ്റ്റിറോൺ എന്തിലുണ്ട്? സ്ത്രീകളിലും ഉണ്ട്. ഇത് 3 സ്ത്രീകളിലുണ്ട്. പക്ഷെ പുരുഷന്മാരിൽ എന്താണ്? ഈസ്ട്രജൻ പുരുഷന്മാരിൽ കൂടിയാൽ എന്താ പ്രശ്നം? എന്തായിരിക്കും പ്രശ്നം? നമ്മളെ ചാന്തുപൊട്ടിലെ ദിലീപിനെ പോലെയോ ഇല്ലേ? ചില പുരുഷന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്റിറോണും ഇതും ടെസ്റ്റോസ്റ്റിറോണും സ്ത്രീകളിൽ കാണുന്നുണ്ട്. കാരണം സ്ത്രീകളിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച, മീശയൊക്കെ ഉള്ള സ്ത്രീകളെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് ഇല്ലേ? ചിലപ്പോ നല്ല മസിൽസ് ഒക്കെ ഉള്ള സ്ത്രീകൾ ഇല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോ ഇത് 3 ഹോർമോൺസ് ആരെ ശരീരത്തിലുണ്ട്? സ്ത്രീകളെ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ 3ന്റെയും ഇംബാലൻസ് കൊണ്ടാണ് സ്ത്രീകൾ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്? എന്തായിരിക്കും അത്? പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ? കാരണം ഗർഭാശയത്തിൽ നിന്നും അടർന്നു വീഴുന്ന സംഭവമാണ് എന്ത്? നമ്മുടെ ഈ ഒരു പീരീഡ്സ് എന്ന് പറയുന്ന ആ ഒരു മാസത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സൈക്കിൾ. അപ്പൊ ഈ പ്രശ്നങ്ങൾ കാരണം പീരീഡ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു അച്ഛനായിക്കോട്ടെ, ഒരു ബ്രദർ ആയിക്കോട്ടെ, ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളെ വീട്ടിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എന്താ ചെയ്യാ? സ്ത്രീകൾക്ക് ഇത് പറയാൻ പ്രശ്നമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാ? അവര് ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വയം ഡോക്ടറായിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കും
അല്ലെ, ആന്റിബയോട്ടിക് കഴിക്കും. ഈ ആന്റിബയോട്ടിക് ആണ് പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദനക്ക് കഴിക്കുന്ന ഗുളികയാണ് ഡോക്ടർ എന്ത് ചെയ്യും മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തരിക അല്ല. അപ്പോ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്ത് നമുക്ക് വളരെ അഭിമാനിക്കാം. കാരണം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കാരണം അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, അതിൽ പറയാൻ കൂടുതലായിട്ട്. കാരണം ഈ PCOD സംബന്ധമായിട്ടുള്ള പ്രശ്നം, PCOD കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് PCOD? പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അഥവാ സിൻഡ്രം എന്ന് പറയും. ഈ PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയും. ഈ PCOD വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ആദ്യത്തെ പ്രശ്നം എന്താ? ഇന്ന് കുട്ടികളിൽ, ഇന്ന് ഏറ്റവും ചെറിയ പ്രായമുള്ള പെൺകുട്ടികളിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ PCOD-ന്റെ പ്രശ്നം. ഇനി ചെറിയ കുട്ടികളിൽ മാത്രമല്ല, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 3-4 ഡെലിവറി ഒക്കെ കഴിഞ്ഞ ലേഡീസിലും ഇന്ന് PCOD-ന്റെ പ്രശ്നമുണ്ട്. ഈ PCOD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഡിസോർഡർ കൊണ്ട്, അല്ലെ, ജീവിതശൈലിയിൽ വരുന്ന ഒരു മാറ്റം കൊണ്ട് വരുന്ന ഒരു രോഗമാണെന്ത്, ഒരു ജീവിതശൈലി രോഗമാണെന്ത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ PCOD. അപ്പൊ എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരിക? പീരീഡ്സ് തെറ്റും, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇല്ലേ, അമിതമായിട്ടുള്ള മുഖക്കുരു. ഇനിയോ മെലിഞ്ഞ സ്ത്രീകളൊക്കെ തടിച്ച് നല്ല വെയിറ്റ് ഗെയിൻ ആവും, ഫാറ്റിക് എന്ന് പറയും, അല്ലെ, നമ്മൾ എന്താവും ഒബിസിറ്റി എന്ന് പറയും. അപ്പൊ എന്താ, നല്ല പൊണ്ണത്തടി വരും. ഇനി അതേപോലെ മുടി നന്നായിട്ട് കൊഴിയും. അതേപോലെ തന്നെ എന്താണ്, മീശ വളരുക, താടി വളരുക. ഇങ്ങനെ പുരുഷന്മാരെ പോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അമിതമായിട്ടുള്ള ആ ഒരു ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് ഇവരുടെ ശരീരം മൊത്തം ടോട്ടലി എന്താവും, ഇംബാലൻസ് വരും. അപ്പൊ അങ്ങനെയായിരിക്കും ഓരോ വീട്ടില് ഓരോ അമ്മമാര് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. എന്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല. ഡോക്ടർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സാധനം എന്താണ്? ഈ പറഞ്ഞ ആന്റിബയോട്ടിക്, സ്റ്റിറോയിഡ് മരുന്നുകളായിരിക്കും കൊടുക്കുക. സ്റ്റിറോയിഡ് കുത്തി വെക്കാൻ പറയും. അപ്പൊ ഈ സ്റ്റിറോയിഡ് വെക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം? ആസ് എ ബ്രോയിലർ കോഴി എന്താകും, തടിച്ച് എന്താവും, പൊണ്ണത്തടിയാകും. മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷൻ വരും, അല്ലെ. നമുക്ക് മുഖത്ത് ഫുള്ള് കുരുവാകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ, ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് വരും, അല്ലെ. എന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് അയ്യോ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യാം, മീശ താടി ഇതൊക്കെ വളരുക, സൗണ്ട് വ്യത്യാസം വരിക. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ലേഡി കെയർ പ്രവാക്വാത്ത്, അല്ലെ. പേരെന്താ? അങ്ങനെ ഒന്നും പറയണ്ട, ലേഡി കെയർ ജ്യൂസ് എന്ന് പറയുക. ഈ ലേഡി കെയർ ജ്യൂസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പ്രൊഡക്റ്റിനെയും നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ലേഡി കെയർ ജ്യൂസ്. എന്താ ലേഡി കെയർ ജ്യൂസിന്റെ പ്രശ്നം? യെസ്, ഫൈബ്രോയിഡ് പ്രശ്നത്തിനും നല്ലതാണ്. ഫൈബ്രോയിഡ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നിങ്ങൾ ഡോക്ടറുടെ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട വിധത്തിലാണെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ തന്നെ ചെയ്യുക. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ്, നമ്മളെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ഈ സാധനം കൂടി യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ. ഇപ്പൊ ഈ ലേഡി കെയറിന്റെ പ്രത്യേകത എന്താ? നമ്മളെ ഹാർട്ട് കെയർ, ഡയബറ്റിക് കെയർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഏത് പ്രൊഡക്റ്റും ഏത് കമ്പനിന്റെയും നിങ്ങൾ കമ്പയർ ചെയ്തോ, ഇത് എക്സെപ്റ്റ് ദിസ് പ്രൊഡക്റ്റ് എന്താ നമ്മൾ പറയേണ്ടത്? അവർ പ്രൊഡക്റ്റ് ഗോട്ട് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഫോർ വാട്ട്? ലേഡി കെയർ, അല്ലെ. ലേഡീസിന് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണെന്ത്? ഇതാ. കണ്ടോ നിങ്ങൾ? ഈ ഇൻഗ്രീഡിയൻസ് എനിക്ക് ഈ സ്ക്രീനിൽ ഇത്രേ കൊള്ളിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഇൻഗ്രീഡിയന്റ് ആണോ? അശോകം നമ്മൾ കേട്ടിട്ടില്ലേ? സീതാദേവി രാമനെ കാത്തു നിന്ന സ്ഥലം എന്നൊക്കെ പറയുന്നില്ലേ? ആ ഒരു മരത്തിന്റെ, അശോക മരത്തിന്റെ കീഴിൽ നിന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പുരാതനമായിട്ട്. അതേപോലെ തന്നെ ശതാവരി കേട്ടിട്ടുണ്ടാവല്ലോ. ലേഡീസിന്റെ ഹോർമോണിന്റെ ഇംബാലൻസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആക്കും. അതേപോലെ തന്നെ അശ്വഗന്ധ, അതേപോലെ തന്നെ കടുക്ക, അതേപോലെ തന്നെ ഞാവൽപ്പഴം കേട്ടിട്ടില്ല? ഞാവൽപ്പഴം, ഞാറക്ക എന്ന് പറയും. മാമ്പഴം, അതേപോലെ തന്നെ ഇഞ്ചി, ലോദ്ര, അതേപോലെ തന്നെ ജഡാമാൻസി, അതേപോലെ തന്നെ ജീരകം, ഗ്രാമ്പു, ചിറ്റമൃത്, തിപ്പല്ലി, നെല്ലിക്ക, ഇത്തരത്തിലുള്ള എത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇത്? പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. എത്രയാണ്? ഹൗ മെനി? 35 ഇൻഗ്രീഡിയൻസ്. എനിക്ക് ആ സ്ക്രീനിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണോ? 35 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്ത്? ലേഡി കെയർ ജ്യൂസ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, കമ്പയർ ചെയ്ത് കൊടുക്കുക. ഏതൊരു മാർക്കറ്റിങ്ങിന്റെയും വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് അല്ല ആദ്യം തന്നെ പറയേണ്ടത്, നമ്മളെ പ്രൊഡക്റ്റ് മാക്സിമം എഡിഫൈ ചെയ്ത് പറയാം. കാരണം എഡിഫൈ ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള സർട്ടിഫിക്കേഷനും അതിനൊത്ത മെച്ചം, ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി, അവർ ബിലൗഡ് MD നിതിൻ സാറ് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക. കാരണം PCOD എന്ന് പറയുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന്
ഒരു മരുന്നുമില്ല. ഇംഗ്ലീഷ് മരുന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മരുന്നുമില്ല. ഇനി ആയുർവേദം എടുത്താലും നാച്ചുറോപ്പതിയിൽ പോയാലും ഹോമിയോ എടുത്താലും എന്ത് ചെയ്യേണ്ടി വരും? മരുന്ന് നമ്മൾ ഹോമിയോയിലൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ മാറൂല. കാരണം PCODക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സ്റ്റിറോയിഡ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റിറോയിഡ് കൂടുതലായിട്ട് സ്ത്രീകൾ കുത്തിവെക്കുമ്പോൾ എന്താ പ്രശ്നം വരിക? അല്ലെ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരിക? വാട്ട് വിൽ ഹാപ്പൻ? എന്ത് വരും? ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ വരും, പൊണ്ണത്തടി വരും, ക്ഷീണം വരും, ചിലപ്പോ മാനസികമായിട്ട് ടോർച്ചറായി ഈവൻ they will do suicide. അല്ലെ? സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും. കാരണം ഇതൊന്നും പുരുഷന്മാർ അറിയുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എവരിബഡി വിൽ റെക്കമെൻഡ് ദിസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? വുമൺ പ്ലസ്. ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണത്തിന് ശേഷം 30 ml 2 നേരമായിട്ട് കഴിക്കാം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം, കുടിക്കാം. ഓക്കെ, ഭക്ഷണത്തിന് ശേഷമാണ്, നോട്ട് ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്. ഓക്കെ, ഈ വുമൺ പ്ലസ് എന്ത് ചെയ്യണം? ജ്യൂസ് ഞാൻ ഈ പറഞ്ഞ പോലെ PCOD പ്രശ്നം, യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ, അതേപോലെ അയൺ ഡെഫിഷ്യൻസി. അല്ലെ? എന്താ അയൺ ഡെഫിഷ്യൻസി? സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഇരുമ്പ്, അയണിന്റെ കുറവുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? നഖത്തിൽ വെള്ള കളർ വരും, മുടി അമിതമായിട്ട് കൊഴിയും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും, ഇപ്പൊ നിങ്ങൾ ആ ഫോട്ടോ കാണുന്നില്ലേ, അതിൽ നോർമൽ ഓവറി എന്നും കാണുന്നുണ്ട്, പോളിസിസ്റ്റിക് ഓവറി എന്ന് കാണുന്നുണ്ടോ? ഈ നോർമൽ ഓവറി എന്ന് പറയുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സംഭവം നോർമൽ ആയിട്ടുള്ളത് ഓവറി. ഇതിലുള്ള ഉണ്ടാവുന്ന സംഭവം എന്താണ്? ആ ഒരു അണ്ടാശയത്തില് ഇങ്ങനെ ചെറിയ 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 കുമിളകൾ പോലെ വരും. ഇതാണ് PCOD ആയിട്ട് നമ്മൾ ഡോക്ടർക്ക് ചെക്ക് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റും വുമൺ പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റും ലേഡി കെയർ എന്ത് ചെയ്യുക? കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക. ഇതും ഭക്ഷണത്തിന് ശേഷം 30 ml വീതം 2 നേരമായിട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനി നമ്മളെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അല്ലെ? നമ്മളെ പ്രിവെൻഷൻ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടും വെൽനെസിന്റെ ക്ലാസിഫിക്കേഷനിൽ. അല്ലെ? ഇനി അടുത്ത പരിചയപ്പെടുന്ന ലാസ്റ്റ് കാറ്റഗറി ആണ് എന്ത്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ത്? മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു ചെടി കുഴിച്ചിട്ട് ആ മണ്ണൊക്കെ മാറ്റി അതിൽ ആ ചെടി കുഴിച്ചിട്ടു, വളമൊക്കെ ഇട്ടു, അതിന് ഇമ്മ്യൂണിറ്റി ഒക്കെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഇമ്മ്യൂണിറ്റി കൊടുത്ത സാധനത്തിന് എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോണ്ടേ, മാനേജ് ചെയ്ത് പോണ്ടേ. അപ്പൊ വെൽനെസിന്റെ ഏറ്റവും അവസാനത്തെ കാറ്റഗറിയാണ് എന്ത്? മാനേജ്മെന്റ്. എന്താണ്? മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെട്ടാലോ? എന്താ നമുക്ക് നോക്കാം. യെസ്, ഇതാണ്. എന്താണ് അത് പ്രൊഡക്റ്റ്? ഡയാബ് കൺട്രോൾ പ്ലസ്. അതിന്റെ പേരും കണ്ടല്ലോ നിങ്ങൾ, ഡയാബ് കൺട്രോൾ പ്ലസ് ക്യാപ്സ്യൂൾ. ഇന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വീടെടുത്താല് 4 members ഉണ്ടെങ്കിൽ ആ 3 ആൾക്കാർക്ക് എന്തിന്റെ പ്രശ്നമുണ്ട്? ഷുഗർ അല്ലെ, ഡയബറ്റിക്കിന്റെ പ്രശ്നമുണ്ട്. അല്ല, ഈ ഡയബറ്റിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സ്വയം ഡോക്ടർ ആവാം. എങ്ങനെ ഡോക്ടർ ആകണം? ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ കാണുന്ന സമയത്ത് ആ ഡയബറ്റിക് പേഷ്യന്റിന് ഇപ്പോഴും അറിയില്ല അവര് യൂസ് ചെയ്യുന്ന, അവരെടുക്കുന്ന ടെസ്റ്റുകളായിക്കോട്ടെ, അവര് കഴിക്കുന്ന മരുന്നുകളായിക്കോട്ടെ, ഒരു അവെയറും അല്ല അവർ. കാരണം ഡയബറ്റിക് എന്ന് പറയുന്ന സംഭവം ജീവിതശൈലി രോഗമാണ്. അല്ലെ? അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മാനേജ്മെന്റിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ ടീമിൽ പ്രവീൺ സാർ ഫ്രം തോട്ടട ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയത്. വിത്തിൻ 2 days കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് പറഞ്ഞു. എന്താണ് ഡയബറ്റിക്കിന് നമ്മൾ നമ്മൾ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മരുന്ന്, അല്ലെ? നമ്മൾ മരണം വരെ കഴിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻസിന് നമുക്ക് അവരെ മരുന്നിന്റെ കൂടെ തന്നെ ഈ പ്രൊഡക്റ്റിനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് നിർത്തിയിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചോന്ന് ഒരു കാരണവശാലും പറയരുത്. പല ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഡയബറ്റിക് പേഷ്യന്റ്, അതേപോലെ തൈറോയ്ഡ് പേഷ്യന്റ് ഒക്കെ ഒരുപാട് കാലം മരുന്ന് കഴിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയും, നിങ്ങൾ ഇത് ഗുളികെല്ലാം ഒഴിവായിക്കോ, അടിപൊളി സാധനം വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ യൂസ് ചെയ്തോന്ന് പറയും. ഇല്ലേ? അതല്ലേ പറയുന്നത്? അപ്പൊ ആ പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് അവര് കഴിക്കുന്ന ഗുളിക നിർത്തിയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് എന്ത് വരും? നമ്മളെ പ്രൊഡക്റ്റിന്റെ മിസ്റ്റേക്ക് അല്ല. ഇനി പലയാളും പറയും നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട്. പ്രൊഡക്റ്റിന്റെ മിസ്റ്റേക്ക് അല്ല. കാരണം വെള്ളയടി, നമ്മൾ പറയല്ലോ, ആൽക്കഹോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആള് പെട്ടെന്ന്
പെട്ടെന്ന് വെള്ളടി നിർത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ആയിരിക്കും അവരെ ശരീരം ഉണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും ചിലപ്പോ കുഴഞ്ഞൊക്കെ വീണു പോകും. അപ്പൊ ഒരു കാരണവശാലും നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവര് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മരുന്ന് കഴിക്കുന്നതിന്റെ 1 മണിക്കൂർ അല്ലെ 1/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറയാം. എല്ലാ പ്രൊഡക്റ്റും അവരെന്ത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു സപ്ലിമെന്റ്സ് ആണ് അല്ലെ? അല്ലാണ്ട് മെഡിസിൻസ് അല്ല നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവര് കഴിക്കുന്ന മെഡിസിൻസിന്റെ കൂടെ ഒരു 1 hour ബ്രേക്ക് ഇട്ടതിന് ശേഷം കഴിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഡാബ കൺട്രോൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? എങ്ങനെ ഒരാളെടുക്കുക? ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ വീട്ടിൽ നമ്മൾ പോയി, അപ്പൊ അവരെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എന്താ അവരോട് ആദ്യം പറയാം? ഡയബറ്റിക് ബന്ധമായിട്ട് ഇതും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 3 ടൈപ്പാണ് ഡയബറ്റീസ് ഉള്ളത്. ആർക്കെങ്കിലും അറിയോ? 3 ടൈപ്പ്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ടൈപ്പ് 1. ടൈപ്പ് 1 പാരമ്പര്യമാണോ മുനീഷ് സർ? ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ്. ഓക്കെ, കുട്ടികളില്. കാരണം കുട്ടികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ 5 വയസ്സിന് താഴെയുള്ള ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ഈ പറഞ്ഞ ഇൻസുലിൻ ഒക്കെ കുത്തിവെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇല്ലേ? ഈ ഇൻസുലിൻ എന്തിനാ കുത്തിവെക്കുന്നത്? ശരിക്കും ഇൻസുലിൻ കുത്തിവെക്കുന്നത് ആ ഒരു ഷുഗർ അവർക്ക് കൺട്രോൾഡ് അല്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഈ മരുന്ന് കഴിച്ചാൽ അവർക്കും അറിയാം ഇത് മരണം വരെ കഴിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം? ടൈപ്പ് 1. ടൈപ്പ് 2 ആയിരിക്കാം വരിക? ആയിരിക്കാം ടൈപ്പ് 2 വരിക? ടൈപ്പ് 2 എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്ന അല്ലെ, കണ്ടുവരുന്ന ഡയബറ്റീസ് ടൈപ്പ് 2. ഇനി സാധാ ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭിണികളിൽ എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവില്ലേ ഗർഭിണികൾ. അപ്പൊ നമ്മൾ ടൈപ്പ് 2 ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അല്ലെ? ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ആ ഡയഗ്രാം എടുത്ത് നോക്കിയാൽ മതി. ആ ഡയഗ്രാം കാണുന്നുണ്ടോ? 77% എന്താണ്? ടൈപ്പ് 2 ആണ് ഇപ്പം കണ്ടുവരുന്ന ഡയബറ്റീസ്. ഒരു സമപ്രായക്കാരിലൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കാം. ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3. ഇനി അത് കണ്ടോ, ഡയബറ്റിക് കൂടുതലായാലുള്ള ആളുകളെ പാൻക്രിയാസിന്റെ കോലം കണ്ടോ? ഡയബറ്റിക് പാൻക്രിയാസിന്റെ ആ ഒരു രൂപം കണ്ടോ? കാരണം ഡയബറ്റിക് എങ്ങനെയാ വരിക? പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ഡയബറ്റിക് ആയിട്ട് മാറാം അല്ലെ? ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും ഫുൾ ഫോം അല്ലെ? അപ്പൊ ഈ ഡയബറ്റിക് പേഷ്യൻസിന്റെ പാൻക്രിയാസിന്റെ കോലം കണ്ടോ? ഇത് അമിതമായി ഷുഗർ ഒക്കെ വന്ന് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയം പോലെയുള്ള ആ ഒരു പാൻക്രിയാസിന്റെ ആ ഒരു കോലം കണ്ടോ? ആ ഒരു രൂപം കണ്ടോ? കാരണം പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ പറയും അല്ലെ, ഹിന്ദിക്കാര് കളിയാക്കി പറയും, എന്താ പറയാ? ഇറ്റ്സ് ലൈക്ക് കരേല അല്ലെ? കരേല എന്ന് പറയും. കരേല എന്ന് പറഞ്ഞാൽ എന്താണ്? കയപ്പക്കേന്റെ ഒരു ആകൃതി പോലെ അല്ലെ? നമ്മളെ പാൻക്രിയാസ് ഗ്രന്ഥി കാണാം. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആ ഒരു ഇൻസുലിൻ ഈ റെസിസ്റ്റൻസിന്റെ പ്രശ്നമാണ് എന്ത് വരിക? ഹോർമോൺ ആണ്. പാൻക്രിയാസിന്റെ ഭക്ഷണമാണ് എന്ത്? ഇൻസുലിൻ. ഈ ഇൻസുലിൻ നമ്മൾ എന്ത് ചെയ്യും? പുറമേന്ന് കുത്തി കൊടുക്കും. ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന സാധനം പുറമേന്ന് കുത്തി ആ ഒരു ഗ്രന്ഥിനെ എന്ത് ചെയ്യും? കൊന്നു കളയുന്ന പ്രവണതയാണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഒരുപാട് കോംപ്ലിക്കേഷൻ, ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കണ്ണിന് പ്രശ്നം വരും, ലിവറിന് പ്രശ്നം വരും, കിഡ്നിക്ക് പ്രശ്നം വരും, ഹാർട്ടിന് പ്രശ്നം വരും, ഫൂട്ടിന് പ്രശ്നം വരും. ഡയബറ്റിക് ഫൂട്ട് അൾസർ പോലത്തെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളെയും തുടക്കമാണ് എന്ത്? ഡയബറ്റീസ് എന്ന് പറയും അല്ലെ? അപ്പൊ ഈ ഡയബറ്റിക്കില് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ആ ഒരു വീട്ടിൽ പോയി അവരോട് പറഞ്ഞു, റിൻഡു തോമസ് ഒന്ന് ശ്രദ്ധിക്കണേ സ്ക്രീന്. റിൻഡു തോമസ്. ഓക്കെ, അപ്പൊ ഈ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ആരെയും കേട്ടിട്ടുണ്ടോ? ആ ഒരു വീട്ടിൽ പോയ സമയത്ത് അവര് പറയും, ഞാൻ സാധാ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ 3 മാസത്തെ ടെസ്റ്റ് എടുത്തിരുന്നു? അപ്പൊ അവര് 3 മാസത്തെ ടെസ്റ്റ് എടുത്തിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യുക. 3 മാസത്തെ ടെസ്റ്റ് നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് എടുക്കുക. നമ്മളെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് എടുത്ത് പോകുന്ന സമയത്തും ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം ചെയ്യേണ്ട, ഞാൻ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ HbA1c ടെസ്റ്റ് എടുപ്പിക്കണം. ഒരാള് നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവരോട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? HbA1c. എന്താ HbA1c എന്ന് പറഞ്ഞാൽ എന്താ? സാധാ ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ? ബിഫോർ ഫാസ്റ്റിംഗിലും ഉണ്ട്, അതേപോലെ ആഫ്റ്റർ ടെസ്റ്റും ഉണ്ട്. ഇതെന്താ HbA1c?
വാട്ട് ഡു യു മീൻ ബൈ HbA1c? അതിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ നിങ്ങൾ? H ക്യാപിറ്റൽ, B സ്മോൾ, A ഇസ് ക്യാപിറ്റൽ, 1 സ്മോൾ ലെറ്റർ C. എന്താ HbA1c? ഇതും നിങ്ങളോട് ചോദിക്കും ആൾക്കാർ, എന്താ HbA1c? അപ്പൊ നമുക്ക് ഉരുള കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറ്റും. എന്താ HbA1cന്റെ ഫുൾ ഫോം എന്താ? എന്താണ്? ആർക്കൊക്കെ അറിയാം? മുനീഷ് സാറിന് അറിയോ? മുനീഷ് സാർ നല്ല റെസ്പോണ്ട് ആണ്. മുനീഷ് സാറിന് അറിയോ HbA1cന്റെ ഫുൾ ഫോം? 3 months ഷുഗർ. ഓക്കെ, ഷൈനി മാഡം. HbA1c എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈസേറ്റഡ് ഹീമോഗ്ലോബിൻ A1c ടെസ്റ്റ്. എന്താണ്? ഗ്ലൈസേറ്റഡ് ഹീമോഗ്ലോബിൻ A1c. ഇതാണ് HbA1c. ഈ ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് എടുപ്പിക്കാം. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇത് നിങ്ങൾ അവരോട്, കസ്റ്റമറോട് പറയാം. 3 months ഷുഗർ ആവറേജ്. യെസ്, റൈറ്റ്. ഈ 3 months ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ കസ്റ്റമർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കും, അവരിങ്ങനെ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഇരിക്കുന്ന പോലെ തന്നെ നമ്മളെടുക്ക് ഇരിക്കും, എന്താ ഇത് സംഭവം? അപ്പൊ അവരോട് പറയണം, നിങ്ങൾ ഈ സാധാ ടെസ്റ്റ് അല്ല, HbA1c. അപ്പൊ അവർ ചോദിക്കും എന്താ HbA1c? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഗ്ലൈസേറ്റഡ് ഹീമോഗ്ലോബിൻ A1c ടെസ്റ്റ്. അപ്പൊ അവരോട് പറയണം എങ്ങനെ HbA1c എടുക്കുക, എന്താ HbA1cന്റെ വ്യത്യാസം എന്താ, മറ്റുള്ള ടെസ്റ്റും ഇതിനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പേ വേറൊന്നും, ഭക്ഷണം കഴിച്ചതിന് ശേഷം വേറൊരു അളവും ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ആ ടെസ്റ്റിന്റെ പ്രത്യേകത, അത് ഒരിക്കലും 100% കറക്റ്റ് ആയിരിക്കില്ല. നമ്മളെ ഷുഗറിന്റെ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ശരീരത്തിൽ, ആ ഒരു പഞ്ചസാരന്റെ ആ ഒരു അളവ് ഒരു കാരണവശാലും ബിഫോറും ആഫ്റ്റർ ടെസ്റ്റിൽ കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഇപ്പൊ നമ്മൾ പറയും തലേ ദിവസം അവർ നന്നായിട്ടില്ല, ഒരാഴ്ച മുമ്പേ നന്നായിട്ട് പായസമൊക്കെ കഴിച്ച് മുട്ടായൊക്കെ തിന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ പിറ്റേ ദിവസം പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ ആ ദിവസത്തെ ഷുഗറിന്റെ അളവായിരിക്കും ഡോക്ടറിൽ നമുക്ക് മരുന്ന് തരിക. നിങ്ങൾ ഏത് ഡോക്ടറെടുക്കേം പോയിട്ട് ചോദിച്ചോ, ഷുഗർ ഡോക്ടറെ മാറ്റിത്തരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചങ്കൂറ്റത്തോടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന വേദിയിൽ ഞാൻ ചോദിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷുഗർ മാറ്റിത്തരാൻ പറ്റുമോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ, പറ്റൂല. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ പറ്റൂലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ ഗുളിക കഴിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? HbA1c എടുപ്പിക്കുക. HbA1cന്റെ നോർമൽ എത്രയാണ്? HbA1c എടുപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും എന്തായിരിക്കും? ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും സെയിം അളവായിരിക്കും നമ്മളെ ഷുഗറിന്റെ അളവ്. നമ്മളെ ആ ഒരു ബ്ലഡിൽ ഉണ്ടാവുന്ന ഷുഗറിന്റെ അളവ് കറക്റ്റ് ആയിരിക്കും, ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും സെയിം അളവ്. 3 മാസത്തെ ഷുഗറിന്റെ അളവ് 90 ദിവസത്തെ നമ്മളെ ഹീമോഗ്ലോബിന്റെ ആ ഒരു അളവ് എന്തിന് കിട്ടും? ഈ പറഞ്ഞ HbA1c എടുത്താൽ കിട്ടും. ഈ ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുക. എന്നിട്ട് വേണം അവരെ നമ്മൾ പരീക്ഷിക്കാൻ. 3 മാസം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറയും. അപ്പൊ HbA1cയിൽ എങ്ങനെയാണ് 110, 120, 300 അങ്ങനെയാണ് ഉണ്ടാവുക? 500 എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക? അല്ല. അതിലെങ്ങനെയാ ഉണ്ടാവുക? 7, 5.7, 6, 8, 10, 14, 15 വരെയുള്ള ആളുകളെ ഞാൻ കണ്ടു. അപ്പൊ ഇതിന്റെ ആവറേജ് നോർമൽ എത്രയായിരിക്കണം? അതും നമ്മൾ അവരെ ടെസ്റ്റ് റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾ ലീഡർ എടുത്ത് കൊടുത്തിട്ട് സംശയം തീർക്കല്ല വേണ്ടത്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾ അത് പഠിക്കുക. എന്നിട്ട് ആ HbA1cന്റെ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് അവരോട് വാട്സപ്പ് ചെയ്ത് തരാൻ പറയാം. എന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ HbA1cന്റെ നോർമൽ സ്റ്റേജ് എത്രയാണ്? പറയൂ, എത്രയാണ് മുനീഷ് സാറേ? 4 to 5 എന്ന് പറയുന്നുണ്ട് അല്ലെ? അതും റൈറ്റ് ആണ്. എന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയും? 5.7ന്റെ ചുവടെയായിരിക്കണം, 5.7ന്റെ ചുവടെയായിരിക്കണം നമ്മുടെ ബ്ലഡില് ആ ഒരു ഷുഗറിന്റെ അളവ് HbA1c. അത് എപ്പോഴും ഓർമ്മിക്കുക, 5.7ൽ താഴോട്ടായിരിക്കണം. ഓക്കെ, 5.7ന്റെ മേല അങ്ങനെ പറയുമ്പോ 5.7 to 6.4 ഒക്കെ ആണെങ്കിൽ, 6.4 വരെയൊക്കെ ആണെങ്കിൽ എന്താണ്? ആ വ്യക്തിനോട് പറയാ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ ഷുഗറിന്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് പോകും. ഇനി 7ന്റെ മേലോട്ട്, 8ന്റെ മേലോട്ടാണെങ്കിലോ എപ്പോഴും ശ്രദ്ധിക്കുക. 8ന്റെ മേലോട്ടാണെങ്കിൽ യു വിൽ ബി എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. എന്താണ്? നിങ്ങൾ ഡേഞ്ചറസിലാണ്, വളരെ ശ്രദ്ധിക്കുക. ഇനി 10ന്റെ മേലോട്ട് 15 ഒക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, വേഗം എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മളെ മാഗ്നറ്റിക് വാട്ടർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? നല്ല എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് HbA1c 5.7 ചുവടെയാണെങ്കിൽ നമ്മൾ ഗുളിക, നമുക്ക് കണ്ണുപൂട്ടി ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് ഗുളിക നിർത്താം. ഓക്കെ, അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കാം HbA1c. അപ്പൊ ഈ നമ്മളെ ഈ പ്രൊഡക്റ്റിൽ എന്താണ്? ഡയബാ കെയറിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നമ്മൾ പണ്ട് ഒരുപാട് ജ്യൂസ് ഒക്കെ അടിച്ച് കഴിക്കുന്ന സാധനം അല്ലെ? ഞാൻ പറഞ്ഞ പോലെ ഹിന്ദിയിൽ എന്ത് പറയും? ഹിന്ദിമേ പോലും കരേല അല്ലെ? കരേല എന്ന് പറയും. എന്താ? കയപ്പക്ക. ഈ കയപ്പക്കേന്റെ എക്സ്ട്രാക്ട് ആണ്, പൗഡർ. കയപ്പക്ക ഉണക്കിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്ട് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഞാറക്ക, ഞാവൽപ്പഴം എന്ന് പറയും അല്ലെ?
ആ ഞാവൽ പഴത്തിന്റെ എക്സ്ട്രാക്ട്. പിന്നെ വരുന്നതാണ് ചക്കരക്കൊല്ലി. ചക്കരക്കൊല്ലി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആയുർവേദത്തിൽ ഷുഗറിനെ കുറക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചക്കരക്കൊല്ലി. അതേപോലെ ഉലുവ, ഉലുവയിട്ട വെള്ളമൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ, ഉലുവേന്റെ എക്സ്ട്രാക്ട്, ഉലുവേന്റെ ആ ഒരു പൗഡർ ഉണ്ട്. അതേപോലെ ഒന്നുകൂടി നമുക്ക് പറയാം അലോവേര, അലോവേരയും ഇതിലുണ്ട്. ഇനി അതിനെ കാട്ടുകുറിഞ്ഞി, കാട്ടുകുറിഞ്ഞി കേട്ടിട്ടുണ്ടോ? കാട്ടുകുറിഞ്ഞി, തഴുതാമ, അതേപോലെ ചിറ്റമൃത്, ബഹേദ പൗഡർ, അതേപോലെ നമ്മളെ താനിക്ക, കടുക്കയല്ല താനിക്ക, അതേപോലെ നെല്ലിക്ക, കടുക്കയില്ല താനിക്ക നെല്ലിക്ക. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലടങ്ങിയിരിക്കും. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഇതും എങ്ങനെ കഴിക്കണം? ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരം. ഒരു കാരണവശാലും വെറും വയറ്റിൽ ഒരാളും കഴിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ യു മസ്റ്റ് ടേക്ക് HbA1c ടെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കാണ്ട് നിങ്ങൾ ഇത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂല. നമ്മളൊക്കെ ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുക. വളരെ 60 ക്യാപ്സൂളാണ്, 1 മാസം നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഇൻസുലിൻ ഒക്കെ വെക്കുന്ന ആളുകൾക്ക് ഇൻസുലിൻ ഒക്കെ നിർത്താം. അതേപോലെ തന്നെ നമുക്ക് ഷുഗറിന്റെ ലെവലൊക്കെ കൺട്രോൾ അല്ല, നോർമൽ തന്നെ നമുക്ക് എത്തിച്ചു കൊണ്ടുവരാം. അതിന് സഹായിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? പ്രധാനമായിട്ടും ടൈപ്പ് 2 ഡയബറ്റീസിന് കഴിക്കുന്ന നമ്മുടെ ഡയാ കൺട്രോൾ പ്ലസ്. ഈ പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പറയാൻ. അപ്പോ നമ്മളെ സമയം അതിക്രമിച്ചിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ അടുത്ത നമ്മുടെ ട്രെയിനിങ്ങിൽ നമുക്ക് കാണാം. എല്ലാ ആൾക്കാരും നോട്ട് ചെയ്തിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. നമ്മൾ ഈ ഓൺലൈനിൽ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി നല്ലൊരു അറിവ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. അപ്പൊ സമയം BP ഒന്ന് പറയണേ. BP മീൻസ് എന്താ? ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഇത്ര സമയം എന്നെ ശ്രവിച്ച മുഴുവൻ മണിയറായ മെമ്പേഴ്സിനും, എനിബഡി ഫ്രം കർണാടക, ഐ ഓൾസോ താങ്ക്സ് ടു ഓൾ കർണാടക ടീം മെമ്പേഴ്സ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക. ഉപയോഗിക്കുന്ന ആളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുക, നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കുക. കാരണം ഏതൊരു ബിസിനസിന്റെയും നട്ടെല്ല് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റില് നമ്മളെ കമ്പനി ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ ഒരാളും നമ്മളോട് നെഗറ്റീവ് പറയൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നെഗറ്റീവ് എങ്ങനെ പറയൂ? ഞാൻ സത്യം പറഞ്ഞാല് ഇനി മുഖത്ത് വായിലൊട്ടിക്കേണ്ട സാധനം എടുത്തിട്ട് മുഖത്ത് കൊണ്ടേറ്റ് ഒട്ടിക്കൊക്കെ ചെയ്താല് നെഗറ്റീവ് ആകാണ്ടിരിക്കൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വളരെ സന്തോഷമുണ്ട്, ഇത്രയും ആൾക്കാർ ഇന്നത്തെ ഈ ഒരു സമയം 8 മണി മുതൽ കറക്റ്റ് ഷാർപ്പ് 9:30 നമ്മുടെ സമയമൊക്കെ നമ്മൾ കറക്റ്റ് ആണ്. 1.5 മണിക്കൂർ ഇത്ര സമയം നമ്മൾ എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അറിവാണ് ഏറ്റവും വലിയ. അപ്പൊ അറിവുണ്ടാക്കുക, മാക്സിമം നോളേജ് നേടിയാൽ ഇത് ഓട്ടോമാറ്റിക് അറിവില്ലെങ്കിൽ നമ്മൾ ലീഡറെ തണലിൽ ഏത് സമയത്തും ഇരിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് ഇനി ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ SIT ടീമിലുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുണ്ട്. പ്രൊഡക്റ്റ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. 5000 BV എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക? നിങ്ങൾ IDയിൽ ആക്ടിവേഷൻ ചെയ്യുക. നമ്മുടെ 15-ാം തീയതി വരെയുള്ള ആ ഒരു ഓഫറൊക്കെ വേഗം കരസ്ഥമാക്കുക. അതേപോലെ ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള അനീഷ് സാറിനും നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഓൾ ലീഡേഴ്സ്, ഈ ഒരു അവസരം തന്ന സേവ്യർ സാറിനും റാഫി സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ എന്നെ ഇത്ര നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.